നമസ്കാരം. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ഒരു ഗംഭീര ഓഡിയോ ആണ്. കേൾക്കേണ്ടത് തന്നെയാണ്. കേട്ടു നോക്കാം. ആദ്യം തന്നെ ഇവർ പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കൂടെ പൊന്നാനി സ്ഥാനാർത്ഥിയും മലപ്പുറം സ്ഥാനാർത്ഥിയും പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന ഒരു തെറ്റായ സന്ദേശവും കൂടി കൊടുത്തു. കാരണം മലപ്പുറത്ത് മത്സരിക്കുന്നത് ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം അവിടെ വന്നു, ആ വാഹനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുവഴി കൊടുത്ത സന്ദേശം എന്താ? ഒരു മുസ്ലിം ആയതുകൊണ്ട് പ്രധാനമന്ത്രിൻ്റെ അടുത്ത് നിൽക്കാൻ സാധിച്ചില്ല. ഇതല്ലേ കൊടുത്തത്, ഇതല്ലേ ഗുണം കിട്ടിയത് അതുകൊണ്ട്. നോക്കൂ, ഇത് മറ്റാരും പറഞ്ഞതല്ല. ഇത് AK ബാലൻ എന്ന് പറയുന്ന ഈ പീഡനങ്ങളുടെയൊക്കെ തീവ്രത അളക്കുന്ന പീഡന മെഷീൻ ഉണ്ടല്ലോ, ഏറ്റവും വൃത്തിഹീനമായ ഭാഷയിൽ തന്നെയാണ് ഇയാളെ നമ്മൾ പറയേണ്ടത്. കാരണം ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാർട്ടി കോടതിയുണ്ട്, പാർട്ടി പോലീസ് ഉണ്ട്, പാർട്ടിക്ക് എല്ലാം ഉണ്ട് എന്നൊക്കെയാണ് വീരവാദം മുഴക്കുന്ന ഇയാളൊക്കെയാണ് ഈ പീഡനം നടന്ന സഖാക്കന്മാർ ഈ സഖാത്തികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകം പറയേണ്ടതുണ്ട്, ഈ സഖാത്തികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ തീവ്രത അളക്കാൻ പോകുന്ന മെഷീൻ കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ഈ വൃത്തികെട്ട ഈ ജന്തു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഇയാൾ ഉദ്ദേശിച്ചത് എന്തെന്നറിയാമോ? കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടു, നരേന്ദ്രമോദിജിയുടെ റോഡ് ഷോ പാലക്കാട് നടന്നത് കണ്ടില്ലേ? അതിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ സലാം സാർ, അദ്ദേഹം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹം പാലക്കാട് പോകുന്നു. അദ്ദേഹത്തിന് നരേന്ദ്രമോദിജിയുടെ കൂടെ നിൽക്കാനുള്ള അവസരം നൽകിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ AK ബാലൻ അടക്കമുള്ള രാജ്യദ്രോഹികളെ, ഇസ്ലാമിക ഭീകരന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പാർട്ടിക്കാരൊക്കെ രംഗത്ത് വന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്തെന്ന് നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം എന്തിലും ഏതിലും മതം തിരികിക്കൊണ്ട് അതിൽ വർഗീയത കാണുന്ന ഒരേ ഒരു കൂട്ടരെ ഇന്ന് ഈ നാട്ടിലുള്ള, അത് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, ഈ വിവാദങ്ങളിലൊന്നും തലയിടാതെ തൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഡോക്ടർ അബ്ദുൽ സലാം സാറിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ഈ നാടിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് എല്ലാം നിങ്ങളൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. വിവാദങ്ങളിലല്ല കാര്യം, ഈ വാക്കുകളിലാണ് കാര്യം, തന്റെ പ്രവൃത്തിയിലാണ് കാര്യമെന്ന് വിശ്വസിക്കുന്നു. നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിജി നമ്മൾക്ക് കാണിച്ചു തരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഡോക്ടർ അബ്ദുൽ സലാം സാറിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. കേട്ടു നോക്കൂ. സാർ നമസ്കാരം. നമസ്കാരം. കുറെ കേൾക്കുന്നുണ്ട് സാറിനെ കുറിച്ച്. കാരണം ഞാനും പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് സാറിന്റെ പേര് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സാറിന്റെ ഒരു ഔദ്യോഗിക ജീവിതവും ഈ കേരളത്തിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയതും എങ്ങനെയാണ്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം മൊത്തം ഈ എല്ലാ ക്ലാസ്സിലും പോയി, എല്ലാ പരീക്ഷയും സമയത്ത് അറ്റൻഡ് ചെയ്ത്, ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആവാതെ ഒരു 100% സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. പഠിക്കുന്ന കാലമായാലും കൊള്ളാം. ഞാൻ ലാ അബൈഡിങ് ആയിരുന്നു, ഈ റെസ്പോൺസിബിലിറ്റി സെൻട്രിക് ആയിരുന്നു, ടൈം കോൺഷ്യസ് ആയിരുന്നു, വെൽ ഡിസിപ്ലിൻഡ് ആയിരുന്നു. എൻ്റെ ഉമ്മയൊക്കെ എന്നെ പഠിപ്പിച്ച പോലെ റെസ്പെക്ടിങ് അതേഴ്സ്, അങ്ങനെയൊക്കെ എന്താ പറയുന്നത്, ഒരു നാട്ടിൻപുറത്തെ ഒരു അമ്മ പഠിപ്പിച്ച നല്ല ഗുണങ്ങളും എല്ലാം വെച്ച് ഒരു സമരത്തിനും ഒന്നിനും പോകാതെ പഠനം, അത് കഴിഞ്ഞാൽ ജോലി, അത് കഴിഞ്ഞാൽ വീട്, ഇങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പ്രോപ്പർ സ്ഥലം? പ്രോപ്പർ കൊല്ലത്ത് ഇളമ്പഴന്നൂർ എന്ന സ്ഥലമാണ്. ഇളമ്പഴന്നൂർ. ദൈവവിശ്വാസിയാണ്. ഭയങ്കര ദൈവവിശ്വാസിയാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 2 മാസം പോയി ജോലി ചെയ്ത് ഉടനെ തിരിച്ചു വന്ന് ഞാൻ MSc ചേർന്നു. MSc തീരാറായപ്പോഴത്തേക്ക് 2 കൊല്ലം MSc അഗ്രോണമി, പോസ്റ്റ് ബോർഡർ സബ്ജക്ട് തീരാറായപ്പോഴത്തേക്ക്, അപ്പോഴും നമ്മൾ അന്ന് ഡിയറസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് ഫാറ്റി ജോബ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ജോബാണ്, ബാങ്ക് അഗ്രികൾച്ചർ. അന്ന് ഞാൻ അപ്ലൈ ചെയ്ത് സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ അവിടെയും ഒരേ സമയത്ത് 2 ജോലി വന്നു. സിൻഡിക്കേറ്റ് ബാങ്കും യൂണിയൻ ബാങ്കും. സിൻഡിക്കേറ്റ് ബാങ്ക് ആദ്യം വന്നപ്പോഴത്തേക്ക് ഓഫീസറായിട്ട് തന്നെ കിട്ടി. അപ്പം 4 അക്ക ശമ്പളം, അന്ന് 1975 4 അക്ക ശമ്പളം വലിയ ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ വലിയ യാത്രയപ്പൊക്കെ തന്ന് എന്നെ ബാങ്കിന് വിട്ട്. ബാങ്കിൽ ചെന്ന് അവിടെ ഈ അക്കൗണ്ടിങ്ങും ഭയങ്കര ഡ്രഡ്ജറിയാണ് അതിൻ്റെ ജോലി ചെയ്യുന്നത്. എനിക്ക് ഒരു തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സ്വല്പം ക്രിയേറ്റിവിറ്റി, സ്വല്പം റിസർച്ച്, സ്വല്പം ടീച്ചിങ്, കമ്മ്യൂണിറ്റി സർവീസ്, ഇതൊക്കെ ഉള്ളൊരു ഏരിയ ഇഷ്ടം. ഇതാണ് ഈ അക്കൗണ്ടിങ്, ഈ ലെഡ്ജേഴ്സ്, ടാലി എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഇയർ 1 ഇവിടെ നിന്ന് ചാടാൻ ശ്രമിച്ചു. എവിടത്തേക്ക്? ഞാൻ യൂണിവേഴ്സിറ്റിക്ക് ചാടാൻ ശ്രമിച്ചു.
അന്ന് നമ്മുടെ കാളീശ്വരൻ സാറായിരുന്നു ഫേമസ് IAS ഓഫീസർ, ഉം. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴോ എനിക്ക് 2 കൊല്ലത്തെ സർവീസ് വേണം, പക്ഷെ എനിക്ക് എല്ലാത്തിലും റാങ്ക് ഉണ്ട്. സർവീസ് അത്രയൊന്നുമില്ല. ഞാൻ ഇന്റർവ്യൂവിന് ചെന്നു. ഇന്റർവ്യൂവിന് ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം എൻ്റെ റെക്കോർഡൊക്കെ നോക്കിയിട്ട് എന്നെ ഫസ്റ്റ് ആക്കിയിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ആദ്യമേ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായി. ജൂനിയർ അസിസ്റ്റന്റ് പ്രൊഫസർ നോക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് അടുത്ത പോസ്റ്റിൽ സന്തോഷത്തോടെ അവിടെ ജോയിൻ ചെയ്തു. 79 അസിസ്റ്റന്റ് പ്രൊഫസറായി. അത് കഴിഞ്ഞ് 81 ആയപ്പോൾ എനിക്ക് തോന്നി ഇനി PhD എടുക്കണം. അപ്പോൾ ഞാൻ ICAR എഴുതി ഒരു ഫെലോഷിപ്പ് കിട്ടി. ആ ഫെലോഷിപ്പും കൊണ്ട് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ പോയി. അവിടെ നിന്ന് 3 വർഷത്തെ PhD കോഴ്സ് ഏതാണ്ട് 2.25 കൊല്ലം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ തീസിസിൽ 4 അവാർഡ് കിട്ടി. നാഷണൽ അവാർഡ് കിട്ടി, GS പദക് പ്രൈസ് കിട്ടി, വൈസ് പ്രസിഡന്റ് പ്രൈസ് കിട്ടി, അവിടുത്തെ ഏറ്റവും നല്ല തീസിനുള്ള പ്രൈസ് കിട്ടി. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാനപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പിന്നെ ഫെലോഷിപ്പോടുകൂടി ഫ്രീ ലീവ് ഉണ്ട്, അതും കൂടെ പോയി തീർത്തിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഞാൻ ടീച്ചിങ് തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ റിസർച്ച് പേപ്പേഴ്സ് റിസർച്ച് തുടങ്ങി, പബ്ലിക്കേഷൻസ് തുടങ്ങി, കമ്മ്യൂണിറ്റി സർവീസസ് തുടങ്ങി, എക്സ്റ്റൻഷൻ സർവീസ് തുടങ്ങി. അങ്ങനെ വിദ്യാഭ്യാസം, ഗവേഷണം, കമ്മ്യൂണിറ്റി സർവീസ് 3 മേഖലയും ഞങ്ങൾ ചെയ്യണം. 3 കോൺസെൻട്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 84 ആയപ്പോൾ 89 ആയപ്പം എനിക്ക് പൊളിറ്റിക്കലായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് എന്നെയൊക്കെയാണ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർക്ക് വേണ്ടി. ആരില്ല. എന്നെ ഉടനെ കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ മാടക്കത്തറ ആരും പോകാനില്ല, എന്നെ എടുത്ത് തട്ടി. ഞാൻ സന്തോഷത്തോടെ പോയി. ഐ ടെൽ യു, അതെൻ്റെ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ഞാനൊരു കാഷ്യൂ മാനായി. ഇപ്പൊ ഞാൻ ലോകത്ത് നിങ്ങൾ കാഷ്യൂം അബ്ദുൾ സലാം അടിച്ചു കഴിഞ്ഞാൽ യുനോ ഹൗ മച്ച് വർക്ക് ഞാൻ ചെയ്തു. സാറിന് ഇപ്പൊ നമ്മൾക്കറിയാം ഒരുപാട് രാഷ്ട്രീയ ചോയ്സ് സാറിന് മുമ്പിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് സാർ ആ ഒരു BJP അതല്ലെങ്കിൽ NDA എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം? ശരിക്കും എന്നെ BJP എന്നുള്ള പാർട്ടിയല്ല എന്നെ ആദ്യം അട്രാക്ട് ചെയ്തത്. ആദ്യം അട്രാക്ട് ചെയ്തത് മോദി എന്ന പേഴ്സണാലിറ്റിയാണ്. 2004 മുതൽ അല്ലെ 2002 മുതലുള്ള മോഡിയുടെ ആ ജേർണി ഓഫ് ഇൻ ഗുജറാത്ത്, ആ ചീഫ് മിനിസ്റ്ററായിട്ട് അദ്ദേഹം ചെയ്ത റെവല്യൂഷണറി ചേഞ്ചസ്, അത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് വല്ലാതെ ഇംപ്രഷൻ തോന്നി. അതെന്താന്ന് പറയാ, വാചകോടിയല്ല, ആക്ഷനാണ്. എന്തായാലും പാക്കേജ് ഓഫ് ആക്ഷനാണ്. വായടക്കൂ പണിയെടുക്കൂ. പിന്നെ ടെക്നോളജി, ആ അങ്ങേര് ബെസ്റ്റ് ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഉപയോഗിക്കുക. ടെക്നോളജി ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ് അദ്ദേഹത്തിൻ്റെതാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അദ്ദേഹത്തിന് ഒരു ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് ദി ഏരിയ ആണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാവരെയും ചേർത്തുകൊണ്ട് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ്, അഗ്രികൾച്ചർ, ടൂറിസം, ടെക്നോളജി, ഇൻഡസ്ട്രി, ഏത് മേഖലയിലും ടച്ച് ചെയ്തിട്ട് നമ്മുടെ ആ മേഖലയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ, ആ സ്റ്റേറ്റിലായാലും ജനങ്ങളുടെ അവരുടെ റോഡ്, റെയില്, ഫെസിലിറ്റീസ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹാപ്പിനെസ് ഒക്കെ ഈ മനുഷ്യന്റെ ഒരു മാജിക് കണ്ടിട്ട് ഐ വാസ് വെരി മച്ച് അട്രാക്റ്റഡ് ടു മോഡിജി. അപ്പൊ ഞാൻ 11-15 വൈസ് ചാൻസലർ, അന്നൊന്നും ഞാൻ ഈ പൊളിറ്റീഷ്യനേ അല്ല. അപ്പൊ ഈ മോഡിയോടുള്ള ഒരു പ്രേമം എനിക്ക് കൂടി. ഞാനിതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതോടും അങ്ങേര് പറയണം ഡിജിറ്റൽ ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ, ക്ലീൻ ഇന്ത്യ, സ്വച്ഛ് ഇന്ത്യ, ഇൻക്ലൂസീവ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുള്ള പ്രോജക്റ്റുകളും ഇതൊക്കെ കണ്ടപ്പം 11-15 ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയ്തതും ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്തതും തമ്മിൽ ഒരു പാരലൽ ഇതായിരുന്നു. അപ്പം അതങ്ങനെയാണ് ഞാൻ ആദ്യമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്കിയത്. കുറേ കോടികൾ 2011-15 ആ സമയത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്കി. എന്തിനാ? ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചോദിച്ചു, യൂണിവേഴ്സിറ്റി എത്ര കോളേജ് ഉണ്ട് ആർക്കും അറിഞ്ഞൂടാ, എത്ര കോഴ്സസ് ഉണ്ട് ആർക്കും അറിഞ്ഞൂടാ, എത്ര പ്രോഗ്രാംസ് ഉണ്ട് അതറിയത്തില്ല, എത്ര കുട്ടികളുണ്ട് അറിയത്തില്ല, എത്ര സാറന്മാരുണ്ട് അറിയത്തില്ല, ബഡ്ജറ്റ് ഉണ്ട് അറിയത്തില്ല. എല്ലാം ഇന്നിപ്പോ കേരള ഗവൺമെന്റ് ചോദിക്കുന്ന പോലെയാണ്. നോബഡി നോസ് വാട്ട് ഈസ് വാട്ട്. എനിക്കറിയില്ല. അതിന് ഞാൻ ആദ്യത്തെ ഒരു 2 മാസം കമ്മിറ്റികൾ ഉണ്ടാക്കി. എക്സാമിനേഷൻ ബാങ്കിൽ എത്ര പേപ്പർ പെൻഡിങ് കിടക്കണം, 11 കൊല്ലം വരെ റിലീസ് ചെയ്യാത്ത റിസൾട്ട് ഉണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് റിസൾട്ട് വേണമെങ്കിൽ കോടതി പോകണം. 30,000 കേസ് ഉണ്ടായിരുന്നു. സാറന്മാരൊന്നും വരത്തില്ല, ക്ലാസ് എടുക്കത്തില്ല, ഓഫീസിലെടുത്താലും വരത്തില്ല, കാട് കയറി മല പിടിച്ചു കിടക്കുന്നു. ആരോട് ചോദിച്ചാലും റിപ്ലൈ ഇല്ല. എല്ലാവരും മുദ്രാവാക്യം വിളിക്കും, ചീത്ത വിളിക്കും.
അവിടെ മുമ്പിരുന്ന വൈസ് ചാൻസലർ മുഖത്തൊന്ന് തുപ്പും. എങ്ങനെയെന്തോ ദൈവം എനിക്ക് എൻ്റെ ഉമ്മയും എൻ്റെ ദൈവവും എനിക്ക് നല്ല കരുത്ത് തന്നു. മാതാപിതാ ഗുരു. അഡ്മിനിസ്ട്രേഷനിൽ എന്റെ മോഡൽ ആരാന്നറിയോ? കാളീശ്വരൻ സാർ. കാളീശ്വരൻ സാർ ഇസ് എ മോഡൽ. അദ്ദേഹം ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നോക്കി താഴെയിട്ട് നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിന്റെ കണ്ടന്റ് മനസ്സിലായി, തീരുമാനം മനസ്സിലായി, അത് എഴുതി കഴിഞ്ഞു. അത് എനിക്കൊരു മോഡലാണ്. അദ്ദേഹം ആരെയും പിന്നെ ആവശ്യമില്ലാതെ സംസാരിക്കത്തില്ല. മോഡിയുടെ ഒരു ടൈപ്പാ. ഡിസിഷൻ എടുത്തങ്ങിടുക. അത് മാത്രമല്ല ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 24 hours പ്രവൃത്തിയാണ് മുഖ്യം. റിക്രൂട്ട്മെന്റ് എന്ന് പറയാൻ റിക്രൂട്ട് ദ ബെസ്റ്റ്, ഓൺലി ദ ബെസ്റ്റ്. അവിടെ മന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും അദ്ദേഹം യെസ് യെസ് എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വ ബോധം, ഇക്വാളിറ്റി എന്ന് പറയുന്നത്, ജസ്റ്റിസ് എന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നത്, അങ്ങനെ നന്മ കുറെയൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ഇത് പഠിച്ചു. അദ്ദേഹത്തിന്റെ കാലത്ത് നിന്ന് പഠിച്ചു. ഇപ്പൊ ഞാൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ കാണേണ്ട ഒരു മുദ്രാവാക്യമാണ് ഇടിമുഴക്കം വീണ്ടും. ഇടിമുഴക്കാണോ ശരിക്കും ജനങ്ങളോട് വേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോയി കിടന്ന് ടോട്ടലി ഡയലാപ്പിഡേറ്റഡ്, എന്താ പറയുക, ലീഡർലെസ്, സിസ്റ്റംലെസ്, ഒന്നുമില്ലാതെ കരഞ്ഞു കിടക്കണ കുട്ടികളും കരഞ്ഞു കിടക്കണ പാരന്റ്സും ഉള്ള ഒരു സിസ്റ്റത്തിൽ പോയിട്ട് യു ആർ ട്രൈങ് ടു ഓർഗനൈസ് ഇറ്റ്. അതിന് ഇടിമുഴുക്കെന്ന് അങ്ങനെ പറയാൻ പറ്റും? അതൊരു ഭയപ്പെടുത്തലല്ലേ സാർ ശരിക്കും? ഞാൻ പറയണത് എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സിറ്റുവേഷൻ അനുസരിച്ച് വേണം നിങ്ങൾ ഒരു ടെക്നോളജി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി. നിങ്ങളിപ്പം പിന്നെ ആഫ്രിക്കയിൽ പോയി ചെയ്യുന്ന അതേ ടെക്നോളജി, അഗ്രികൾച്ചർ ടെക്നോളജി അല്ലെങ്കിൽ ഗവേണൻസ് ടെക്നോളജി ആയാലും കൊള്ളാം, UAE പറ്റത്തില്ല, അത് ഇന്ത്യയിൽ പറ്റത്തില്ല. സിറ്റുവേഷൻ സ്പെസിഫിക്, പേഴ്സൺ സ്പെസിഫിക്, നീഡ് സ്പെസിഫിക് എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒബ്ജക്റ്റീവ് എനിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റുഡൻറ് സെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്നതാ? സ്റ്റുഡൻസിന് പരീക്ഷ ക്ലാസ് എടുക്കണം, പരീക്ഷ സമയത്ത് നടത്തണം, റിസൾട്ട് സമയത്ത് കൊടുക്കണം, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. മറ്റെന്ത് ചോദിച്ചാലും എന്റെ മനസ്സ് പറയണത്, ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ആപ്ലിക്കേഷൻ കൊടുത്താൽ അടുത്ത ദിവസം ഇങ്ങോട്ട് കിട്ടണം. അതായത് നമ്മൾ ഇമെയിലിന് റിപ്ലൈ അടിക്കത്തില്ല, റിപ്ലൈ എന്ന് അടിക്കുമ്പോഴത്തേക്ക് അത് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്കിയത്. അത് മാത്രമല്ല, എനിക്ക് എത്ര കോളേജ് ഉണ്ടെന്ന് അറിയണം, എത്ര സാറന്മാരുണ്ടെന്ന് അറിയണം, എത്ര രൂപ മാസം ചെലവാക്കണം എന്നറിയണം, എത്ര ബില്ല് വെന്റി കിടക്കണം എന്നറിയണം, എത്ര വരാനുണ്ടെന്ന് അറിയണം. ശരിക്കും പറഞ്ഞാൽ മോഡിജി ഇന്ത്യക്ക് ചെയ്യുന്ന അതേ രീതിയിൽ ഞാൻ ഈ റിസോഴ്സ് ലെവൽ പഠിച്ചു, പൊട്ടൻഷ്യൽ പഠിച്ചു, ഡെഫിസിറ്റ് പഠിച്ചു, കറക്ഷൻ നടത്തുന്നത് എങ്ങനെ. ഞാൻ നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന നന്മയൊക്കെ കഴിഞ്ഞിട്ടെടുക്കും. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ പണിയാതെ നടന്നമാർക്കെല്ലാം പണിയേണ്ടി വന്നു. ഞാൻ ഡിജിറ്റൽ സിഗ്നേച്ചർ അങ്ങ് വെച്ചു, ഡിജിറ്റൽ അറ്റൻഡൻസ് വെച്ചു. ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? വന്നില്ലെങ്കിൽ കമ്പ്യൂട്ടർ സാലറി കട്ട് ചെയ്യുന്നു വന്നു. ജനങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തന്നെയും അവിടെ എൻജോയ് ചെയ്തിരുന്ന സാറന്മാരായാലും കുട്ടികളായിരുന്നാലും ക്ലാസ്സിൽ കയറാതെ പിന്നെ മാർക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നവരായാലും അല്ലെങ്കിൽ പിന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടല്ലോ, എല്ലാ യൂണിയനുകൾക്കും അസ്വസ്ഥയായപ്പോൾ വിയർപ്പിന്റെ അസുഖമുള്ള ആളുകൾ അത് തന്നെ അവരെതിർത്തു. പക്ഷെ എനിക്ക് പിന്നോടാമായിരുന്നു, ഞാൻ പിറന്നോട്ട് ഓടിയില്ല. കാര്യം കുട്ടികൾ വന്ന് കരയുമ്പോൾ, സാറേ എനിക്ക് PGക്ക് പോകാൻ സർട്ടിഫിക്കറ്റ് വേണം, ജോലിക്ക് വേണം എന്നൊക്കെ വന്ന് കരയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യും. ഈ ശമ്പളം കൊടുത്ത് അവിടെ ഇരുന്ന് ശമ്പളം വാങ്ങിയിട്ട് ഈ കുട്ടികളോട് മുഖത്ത് നോക്കാതെ കാർക്കശ്യമായി അവനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവന്റെ പാർട്ടിയിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സർവീസ് സെക്ടറാണ് ലീഡർലെസ് സർവീസ് സെക്ടർ. ഈ എക്സാമിനേഷനിലെ മാൽ പ്രാക്ടീസ്, ആൻസർ പേപ്പർ കാണത്തില്ല, പിന്നെ സർട്ടിഫിക്കറ്റ് കാണത്തില്ല, എത്ര പൈസ അടച്ചെന്ന് അറിയത്തില്ല. ടോട്ടലി എന്താ പറയുക, ഡിസോർഡർലി ലീഡർലെസ് കണ്ടീഷൻ ആയിരുന്നു. അവിടെ ഞാൻ ഒരു ഉത്തരവാദിത്വം കുട്ടികളോട് കാണിക്കണം. ഞാനാണ് ആദ്യം പറഞ്ഞത്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സെൻട്രിക് യൂണിവേഴ്സിറ്റി, ഇറ്റ് ഈസ് നോട്ട് എ ടീച്ചർ സെൻട്രിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഷമമായി. ഞാനത് ശക്തമായിട്ട് തന്നെ പറഞ്ഞു. അതിന് സ്വല്പം ഈ IAS ആരൊക്കെ ചെയ്യുന്ന പോലെ സ്വല്പം ടഫ് ആയിട്ടുള്ള ചില മാനേജ്മെന്റ് മെഷേഴ്സ്, ചില സ്ട്രിക്റ്റ് മെഷേഴ്സ്, ചില ടെക്നോളജി ഡ്രിവൺ മെഷേഴ്സ്, ചില ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന മെഷേഴ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നു. ആർക്ക് വേണ്ടി? അവിടെ ഒബ്ജക്റ്റീവ് ആണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? ഡു യു വാണ്ട് ടു മേക്ക് മണി ഓർ ഡു യു വാണ്ട് ടു സെർവ് ദ സ്റ്റുഡൻസ്? കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സാർ, ഈ ബടക്കാക്കി തനിക്കാക്കുക എന്നുള്ളൊരു ഇത് നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മള് ഇന്നിപ്പോ സാറ് തൊഴിലുറപ്പുകാരെടുത്ത് ഇറങ്ങിയിട്ട് അവരോട് സംവദിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ശമ്പളം കിട്ടാതിരിക്കുക, അതല്ലെങ്കിൽ അവർക്ക് ആ നീതിയുക്തമായിട്ടുള്ള ആ വേതനം അവരുടെ കൈകളിലേക്ക് എത്തിക്കാതെ അത് വൈകിക്കുക. കാരണം ഇത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒരു ഫണ്ടാണ്. ഇപ്പൊ ഇവിടെ നമ്മൾക്കറിയാം, പെൻഷൻ ആയാലും മറ്റുള്ള ഒട്ടനവധി സാമൂഹ്യ പെൻഷനുകളൊക്കെ മുടങ്ങി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പൊ കേന്ദ്രം നൽകുന്ന ഒരു പ്രൊജക്ടിനെ പോലും ആ ഫണ്ട്
ഫണ്ട് വൈകിച്ചുകൊണ്ട് അത് കേന്ദ്രത്തിനെതിരെ ബടക്കാക്കി തനിക്കാക്കുന്ന ആ സിസ്റ്റം, ആ സാറിനത് ബോധ്യപ്പെട്ടൊരു കാര്യമല്ലേ എന്നത്? നന്നായിട്ടറിയാം. ഞാനിവിടെ ഈ പറഞ്ഞ 2 ഗ്രൂപ്പ് ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് ഹൃദയത്തിൽ വേദന ഉണ്ടായി. ഒന്ന്, ഇവിടുത്തെ ഹരിത കർമ്മ സേന എന്നും പറഞ്ഞ കുറെ പെണ്ണുങ്ങൾ, അവർക്ക് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ ആ വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് അവരെ മൂക്കിൽ കൂടെ പൊടിയും കയറി അവരെ ശരീരത്തിലും തലയിലും എല്ലാം വൃത്തികേടുമായിട്ട് അവരവിടെ നിന്ന് വൈകുന്നേരം കഴിഞ്ഞിട്ട് 500 രൂപ മറ്റ് വാങ്ങിയിട്ട് നേരെ കുട്ടികളെടുത്ത് വീട്ടിൽ ഈ സൂക്കേട് കൊടുത്ത് വീണ്ടും വന്ന് ടോട്ടലി നെഗ്ലക്റ്റഡ്, ലെസ് പ്രൊട്ടക്റ്റഡ്, അൺഹൈജീനിക്, ലെസ് പെയ്ഡ് ആയിട്ടുള്ള പാവങ്ങളെ കണ്ടപ്പോൾ ഈ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. എനിക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ അവരെന്ന് പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ. എന്താണ്, അവർക്ക് റീസണബിളി നല്ല സാലറി കിട്ടണം, അവർക്ക് ഹെൽത്ത് പ്രൊട്ടക്ഷൻ കിട്ടണം, വർക്കിന് പ്രൊട്ടക്ഷൻ വേണം, അവർക്ക് ചെയ്യുന്ന ജോലിക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ട ഒരു മേഖലയിലേക്ക് അവരെ കൊണ്ടുവരണം. കാര്യം അവർ ചെയ്യുന്ന ജോലി അത്ര റിസ്ക് ഉള്ള ജോലിയാണ്. അതൊന്ന്. രണ്ടാമത് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ MNREGA, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് വേതനം. അതിലെ അമ്മമാരെ ഒന്ന് കാണണം. നമ്മൾ അമ്മയാണ് വലുതെന്ന് പറഞ്ഞാൽ അമ്മമാരെ ഒന്ന് കാണണം. ഇപ്പോഴും ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ചുക്കി തൊലിഞ്ഞ് കണ്ണ് താന്ന് 60, 65, 70 വയസ്സുള്ളവർ 300 രൂപയ്ക്ക് മമ്മട്ടിയും കൊണ്ട് പാമ്പും മറ്റേ പഴുതാരിയൊക്കെ ഉള്ളിടത്ത് നിന്ന് വെട്ടി വെയിൽ കൊണ്ട്, ഈ ചൂടിലും ഉച്ചയ്ക്കുള്ള വെയിൽ കൊണ്ട് എന്നിട്ട് സമയത്ത് ശമ്പളം കിട്ടാതെ ഒപ്പിടുന്ന ഇപ്പൊ ഈ ഫോട്ടോഗ്രാഫൊക്കെയാണ്. രാവിലെ ഫോട്ടോഗ്രാഫ് എടുത്ത് ഇടണം, വൈകുന്നേരം അവരെ മസ്റ്റർ എടുക്കണം, ആളുടെ അടുത്തല്ലെന്ന് വർക്ക് സൈറ്റിൽ നിന്ന് എടുക്കണമെന്ന് എന്ന് പറയാ. അവരെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന സിസ്റ്റമാണിന്ന് ഈ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നടക്കുന്നത്. അവിടെ ഞാൻ ആലോചിച്ചു, ഇവരെ ശമ്പളം സ്വല്പം കൂട്ടുന്ന അത്യാവശ്യം. കാര്യം അമ്മമാരാണ് ഒന്ന്. രണ്ടാമത് ആരോഗ്യം കുറഞ്ഞവരാണ്. അവർക്ക് ഹെൽത്ത് സെക്യൂരിറ്റി, ഇപ്പൊ മോഡിജിയുടെ ഹെൽത്ത് മിഷനിൽ അവർക്കെല്ലാം സെക്യൂരിറ്റി ഉണ്ട്. സമയത്ത് ശമ്പളം കൊടുക്കണം. അത് മാത്രമല്ല, ഞാനിത് മോഡിജിക്ക് ഒരു കൊല്ലത്തിന് പോയി ലെറ്റർ എഴുതി. അത് അവിടെ ഉണ്ട്. ആ ലെറ്റർ എന്താണെന്നറിയാം? എല്ലാവരും നമ്മൾ അമ്മ എന്ന് പറയും, അമ്മ സംരക്ഷണം, മദർ പ്രൊട്ടക്ഷൻ, മദർ കെയർ എന്നൊക്കെ പറയും. എൻ്റെ മനസ്സിൽ വന്ന പോയിന്റ് ഇതാണ്. ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ ഈ അമ്മമാരിത് മമ്മട്ടി കൊണ്ട് വെട്ടുന്നു. ഞാൻ ഇതിനെ ഇങ്ങനെ ഈ MNREGA വർക്കിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് ഹാർഡ് ലേബർ ഡിമാൻഡിങ് വർക്ക്, മറ്റേത് സോഫ്റ്റ് ലേബർ ഡിമാൻഡിങ് വർക്ക്. ഈ ഹാർഡ് ലേബർ ഡിമാൻഡിങ്, ഈ വെട്ടുന്ന കിളയ്ക്കുന്നൊക്കെയുള്ള ആ ജോലിയെല്ലാം ക്ലാസിഫൈ ചെയ്തിട്ട് മെഷീനറിയെ കൊണ്ട് ചെയ്യിക്കാൻ വിടണം. എന്നിട്ട് ഇവരെയൊക്കെ എന്ത് ചെയ്യണം? സോഫ്റ്റ് ലേബർ വർക്ക്. അതെന്താണ്? വെള്ളം ഒഴിക്കുക, ക്ലീൻ ചെയ്യുക, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പറക്കിയൊക്കെ വെക്കുക. ഇങ്ങനെ അതൊരു സിസ്റ്റം. രണ്ടാമത്, ഇവരെ ഈ 300 രൂപ 500 രൂപ അല്ല കൊടുക്കേണ്ടത്. ഞാൻ ആഗ്രഹിക്കണവർ, ഇത് പാർട്ടിയുടെ പോളിസി ഒന്നുമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഇവരെയൊക്കെ പെർ ഡേ, ഒരു ഡേ 4 മണിക്കൂർ പാർട്ട് ടൈം വർക്ക് കൊടുക്കണം. അതെന്തിനാണ്? ഹോസ്പിറ്റലിലായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പാക്ക് ചെയ്യുന്നതിനായിരിക്കാം. 4 മണിക്കൂർ കൊടുക്കണം, 20 ദിവസം കൊടുക്കണം. 20 ദിവസം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറഞ്ഞത് 12 മുതൽ 15 രൂപ അവർക്ക് കിട്ടണം. 12 to 15,000 റുപ്പീസ് കിട്ടണം. ഇതിലെല്ലാം ഈ നെഗ്ലക്റ്റഡ് എന്ന് പറയുന്ന ഈ ലെസ് പ്രിവിലേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൂർ ആൾക്കാരാണ്. നമ്മൾ പൂറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവരെല്ലാം MNREGA റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഈ പറഞ്ഞ രീതിയിൽ ഹാർഡ് ലേബർ ഫോർ മെഷീനറി സെൻട്രിക് ആയിട്ടുള്ള ആണുങ്ങളെ കൊണ്ട് ചെയ്യിക്കണം. സോഫ്റ്റ് ലേബറിലെല്ലാം ഈ അമ്മമാരെ വിടണം. അവർക്ക് ശരീരം വേദനിക്കാതെ ചെയ്യണം. ഇവർക്ക് എല്ലാവർക്കും 20 ദിവസം ജോലി കൊടുക്കണം. മിനിമം 20 ദിവസം, 4 മണിക്കൂറേ ജോലി കൊടുക്കാവൂ. അവർക്ക് എംപ്ലോയ്മെന്റ് വേണം. മിനിമം 12 to 15 കൊടുത്തിരിക്കണം. ഒരു എംപ്ലോയിയെ പോലെ, പാർട്ട് ടൈം എംപ്ലോയിയെ പോലെ 12 മാസവും 12 to 15,000 റുപ്പീസ് അവർക്ക് കൊടുക്കണം. കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് അറിയാം? ഇവര് പറഞ്ഞു ഞാൻ 1 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞല്ല, കൊടുക്കണ്ട. എല്ലാ വീട്ടിലും റെഗുലർ എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാർ കിട്ടും. അങ്ങനെ ഇത് മാറണമെന്ന് ഞാൻ ഇതിന്റെ പാർട്ടിക്ക് ഞാൻ സജഷൻ കൊടുത്തതാണ്. ഇത് പാർട്ടി എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി വാദിക്കും. അത് ഈ അമ്മമാരെ കാണുമ്പോഴല്ലേ. കാര്യം എനിക്ക് എൻ്റെ അമ്മയോട് വലിയ കടപ്പാടാണ്. ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു MNREGA ഗ്രൂപ്പിനെ കണ്ടിട്ട് വരണതാണ്. സത്യം പറയാം സാറേ, ഈ വെയിൽ ഉച്ചയ്ക്കുള്ള വെയില്, ശമ്പളവും സമയത്ത് കിട്ടത്തില്ല, രാവിലെയും വൈകുന്നേരമുള്ള മസ്റ്ററിങ്, ഇതെല്ലാം കൂടെ കട്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ സമയത്ത് ജോലിയും കിട്ടത്തില്ല.
അതിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ട അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സാർ വിശ്വാസിയാണെന്ന് പറഞ്ഞു, അതുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പൊ മതവും മനുഷ്യനും, ഇവിടെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് മനുഷ്യനാവണം മനുഷ്യനാവണം എന്നത്. എന്നാൽ ഇവിടെ മതരാഷ്ട്രീയം അതല്ലെങ്കിൽ മനുഷ്യ രാഷ്ട്രീയം, ഇതിന്റെ രണ്ട് തരം തിരിച്ചാണ് നമുക്ക് പറയാൻ പറ്റും. ഈ മതരാഷ്ട്രീയവും മനുഷ്യ രാഷ്ട്രീയവും തമ്മിലുള്ള ആ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഈ നാടിന് സംഭവിക്കുന്ന പ്രോബ്ലം എന്താണ് സാർ? അല്ല, ഇത് എൻ്റെ പേഴ്സണൽ ഫീലിംഗാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി ഒരുപാട് ഞാൻ ചിന്തിച്ചിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് മതത്തിനെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്ത് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത്രയും ഡീപ്പ് റൂട്ടഡാണ് ഒന്ന്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയത്, ഓരോ മതത്തിനും ഒരുപാട് നന്മകളുണ്ട്. അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുക, ഒരാൾ നമ്മളെ കേൾക്കാനുണ്ടെന്ന് വിശ്വാസം ഉണ്ടാക്കുക, ക്യാരക്ടർ ഉണ്ടാക്കുക, മതത്തിൻ്റെ നന്മ കൊണ്ട് നന്മയുള്ള ഒരു വ്യക്തിയായി മാറുക. അങ്ങനെ എല്ലാ മതത്തിനും നന്മകളുണ്ട്. ഈ നന്മകളെല്ലാം കൂടെ പറക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഈ നന്മകളെല്ലാം 4 ഭാഷയിൽ ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. അപ്പം മതരാഷ്ട്രീയം ഇരുന്നോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഡൊമൈനിൽ നിന്ന് മതം കളിച്ചോളൂ, ഇവിടെയും കളിച്ചോളൂ, ഇവിടെയും കളിച്ചോളൂ. 4 മതം ഉണ്ടെങ്കിൽ 4 പേരും നിങ്ങളുടെ മതത്തിന്റെ ആ സ്പേസിൽ നിന്ന് വിശ്വസിച്ച് നല്ല ക്യാരക്ടർ ഉണ്ടാക്കി നല്ല രീതി ജീവിച്ചോളൂ, ഉള്ളിൽ നിന്നുകൊണ്ട്. പക്ഷേ ബൈ ആൻഡ് ലാർജ് മൊത്തത്തിൽ നമുക്കെല്ലാം ചില കോമൺ കാര്യങ്ങളുണ്ട്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഒരേ വിചാരം, ഒരേ വികാരം, ഒരേ ഫുഡ്, ഒരേ ഡിമാൻഡ്, ഒരേ ഓക്സിജൻ, ഒരേ ലൈഫ്, ഒരേ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മതത്തിന്റെ ഒരുമിപ്പിനേക്കാളും കോമൺ ആയിട്ട് ഒരുമിക്കാൻ ഒരുപാട് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. അതില്ല നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല, സമൂഹമായി ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, യെസ്, നിങ്ങൾ മതം നിങ്ങളുടെ സ്പേസിൽ നിന്ന് ജീവിക്കുമ്പോൾ മറ്റുള്ളവനുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് ഒന്നിച്ച് നിൽക്കുകയും ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള സൈനർജി ഉണ്ടെന്ന് വെച്ചാൽ ഒരു ഒന്നിക്കുമ്പോഴുള്ള ഗുണം, വീക്കിന് ഉള്ളവനും സ്ട്രെങ്ത് ഉള്ളവനും തമ്മിൽ യോജിക്കുമ്പോഴുള്ള ഗുണമുണ്ട്. ആ ഗുണം പ്രകൃതിയുടെ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, മെഡിസിൻ ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, ഹാപ്പിനെസ് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഇതുപോലെ മനസ്സിന് സന്തോഷം തരുന്ന ഏത് കാര്യവും എല്ലാവർക്കും കൂടെ ഒന്നിച്ച് അനുഭവിക്കാവുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒന്നിക്കാം. ആ കോമൺ സ്പേസിൽ നിൽക്കാവുന്നത് കോമൺ സ്പേസിൽ നിൽക്കാം, മതത്തിന്റെ സ്പേസിൽ നിൽക്കാവുന്നത് മത സ്പേസിൽ നിൽക്കാം. അതിൽ വലിയ തെറ്റില്ല. പക്ഷെ ഇത് എവിടെ പ്രശ്നം വരുന്നറിയാം, ഞാൻ എൻ്റെ മതം എൻ്റെതാണ് വലുത്, ഞാൻ മാത്രം സ്വർഗത്തിൽ പോകണം എന്ന് പറയുന്ന അതിനൊരു ഡോമിനേഷൻ വന്ന് ഒരു ഹാർഡ് ലൈനറായി മാറുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ കോമൺ സ്പേസിൽ നമ്മൾ ഒന്നിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത് മറന്നു പോകുമ്പോൾ ഈ സെൽഫിഷ്നെസ്, ആ സെൽഫ്ലെസ്നെസ്, ആ യുണൈറ്റഡ്നെസ്, ആ കോമൺനെസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോഴാണ് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ കയറി ചൂഷണം ചെയ്യുന്നു, നിങ്ങളുടെ റിസോഴ്സസ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ ഉപദ്രവിച്ച് ഞാൻ മാത്രം നന്നാവണമെന്ന് പറയുന്നത്. മതത്തിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പ്രാക്ടീസ് വരുമ്പം മതം കയറി മറ്റേ ആ കോമൺ സിസ്റ്റത്തെ ബാധിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മത നേതാക്കളാണ് കൺട്രോൾ ചെയ്യുന്നത്. എനിക്കറിയാം, ഖുർആനിലൊക്കെ പറഞ്ഞിരിക്കുന്നത് തന്നെയല്ലേ മറ്റെല്ലാത്തിലും പറഞ്ഞിരിക്കുന്നത്. ഭാഷ രണ്ടെന്നല്ലേ ഉള്ളൂ, കണ്ടന്റ് സെയിം അല്ലേ. സ്നേഹിക്കുക, ഷെയർ ചെയ്യുക, കെയർ ചെയ്യുക, കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തെ പ്രാർത്ഥിക്കുക, ദൈവത്തെ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക, ഉപദ്രവം ചെയ്യാതിരിക്കുക, അല്ലേ, ഓണസ്റ്റ് ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞത് എല്ലാവരും ഒന്നല്ലേ പറയുന്നത്. പ്രത്യേകം പറയുന്നുണ്ട്, കൊടുക്കാൻ പ്രത്യേകം പറയുന്നുണ്ട്, അല്ലേ. അതുകൊണ്ട് എനിക്ക് തോന്നി ഈ ഫിലോസഫിയാണ്. ബി ദെയർ ഇൻ യുവർ റിലിജിയൻ, ബട്ട് ബി ദെയർ ഇൻ ദ കോമൺ സ്പേസ് വിത്തൗട്ട് അഫക്റ്റിംഗ്, വിത്തൗട്ട് ഇഞ്ചുറിങ് അതേഴ്സ്. അതാണ് എനിക്ക് തോന്നി. ഇപ്പൊ നമ്മള് തൊഴിലുറപ്പിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ രാഷ്ട്രീയക്കാർ, ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ, അവർ ഈ തൊഴിലുറപ്പുകാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ കാണാറുണ്ട്. ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അവരെ ഭയപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിനോട് സാറിന്റെ ഒരു പ്രതികരണം എന്താണ്? ഞാൻ പറയാം, ഇങ്ങനെയൊക്കെ നമ്മൾ വരുന്നത് എന്താണെന്നറിയാം. നമ്മളെ വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും നമ്മുടെ ഈ വാല്യൂ സിസ്റ്റം, ഓണസ്റ്റി, ഇന്റഗ്രിറ്റി, നന്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മാഞ്ഞുപോയി. അതുകൊണ്ടാണ് NEP 2020 ഉള്ള ഫിലോസഫി, മോഡിജിയുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലി ഡെവലപ്ഡ് മനുഷ്യൻ. അപ്പൊ ഡെഫിനിഷൻ ഉണ്ട്, വാട്ട് ഈസ് എ ടോട്ടലി ഡെവലപ്ഡ് മനുഷ്യൻ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങളൊരു ടോട്ടലി ഡെവലപ്ഡ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം നല്ലതായിരിക്കണം, നിങ്ങളുടെ മനസ്സ് നല്ലതായിരിക്കണം, നിങ്ങളുടെ ബുദ്ധി, യുവർ നോളജ് സിസ്റ്റം, വർക്ക് ചെയ്യാനുള്ള കഴിവ്, നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ഓണസ്റ്റി, നിങ്ങളുടെ ഇന്റഗ്രിറ്റി, സ്കിൽ ലെവൽ, നിങ്ങളുടെ എബിലിറ്റി ടു വർക്ക് വിത്ത് അതേഴ്സ്, ലിവ് വിത്ത് അതേഴ്സ്. ഇങ്ങനെ നമ്മുടെ പൈതൃകത്തിൽ, ഇന്ത്യയുടെ പൈതൃകത്തിലുള്ള നന്മകളെല്ലാം മൂടിക്കിടക്കുകയാണ്. ആരും പൊടി തട്ടി എടുത്തിട്ടില്ല. ഇതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള നല്ലൊരു വ്യക്തി, ആ വ്യക്തിയിൽ നല്ല ശരീരം കാണും,
നല്ല മനസ്സ് കാണും, നല്ല നോളജ് കാണും, ബുദ്ധി കാണും, അവന് കൈകൊണ്ട് ജോലി ചെയ്യാൻ കാണും, പെരുമാറാൻ കഴിയും. ആദ്യം അവനും നല്ലത്, സമൂഹത്തിനും നല്ലത്. അതാണ് NEP 2020 വന്നിരിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മളിത് മിസ് ചെയ്തു പോയത് കൊണ്ട് ഒന്ന്. രണ്ടാമത് നമ്മൾ കണ്ട ഈ പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ഇന്ന് രാവിലെ ഒരു 80 വയസ്സായ മനുഷ്യൻ പൊളിറ്റിക്സ്, റിയൽ പൊളിറ്റിക്സും ഇന്നത്തെ പൊളിറ്റിക്സും കമ്പയർ ചെയ്യായിരുന്നു. എനിക്ക് സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞെന്താ, വാട്ട് ഈസ് റിയൽ പൊളിറ്റിക്സ്? റിയൽ പൊളിറ്റിക്സിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിൾ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഞാനൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ, പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും, നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റിന് ഒരു സെറ്റ് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്, ലാൻഡ്, സോയില്, വാട്ടർ, എയർ സ്പേസ്, പിന്നെ എന്താ പറയുക, ഓഷൻ റിസോഴ്സസ്, പൈസ, പിന്നെ ഗോൾഡ്, ഇങ്ങനെ ഒരുപാട് റിസോഴ്സസ് ഇവിടെ ഉണ്ട്. ഈ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കണം, മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ആർക്ക് വേണ്ടി? അവിടുത്തെ സൂപ്പർ സ്പീഷീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്, ഹ്യൂമൻ ഹാപ്പിനെസ്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ലിവിങ് ടുഗദർ, ഇവന്റെ ലിവിങ് ക്വാളിറ്റി, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഈ റിസോഴ്സസ് സസ്റ്റൈനബിൾ ഇന്ന് നിലനിൽക്കത്തക്ക രീതിയിൽ, ഇന്നെല്ലാം കൂടെ അടിച്ചു പൊളിക്കാനല്ല, നിലനിൽക്കത്തക്ക രീതിയിൽ നമ്മുടെ വിസ്ഡം ഉപയോഗിച്ച് വരുന്ന ജനറേഷനും കൂടെ കരുതി വെച്ചുകൊണ്ടുള്ള ഒരു മാനേജ്മെന്റ്, രാഷ്ട്രത്തിന്റെ മാനേജ്മെന്റ് ആണ് പൊളിറ്റിക്സ്. ഇന്ന് പൊളിറ്റിക്സ് എന്ന് പറയാൻ അതല്ല. ഇവിടെ കയറിയിരുന്നാൽ ആദ്യം കൊള്ളയടിക്കുക, പബ്ലിക് റിസോഴ്സ് കൊള്ളയടിക്കുക. ഇപ്പൊ തന്നെ മോഡിജി അവിടെ ഇരിക്കണം. മോഡിജി ഹാസ് പ്രസന്റഡ് an excellent governance. 143 കോടി ജനങ്ങൾക്ക് വേണ്ടി സ്വയം ത്യജിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാണ് രാജ്യത്തെ. മോഡി 1 2 ആയിട്ട് 10 കൊല്ലം. അപ്പൊ അപ്പുറത്ത് ഇരിക്കുന്ന ഓപ്പോസിഷൻ ഉണ്ട്. ഇവർക്ക് ഞാൻ പറയണ, അവർക്ക് ദേ ആർ ഹംഗ്രി. എന്തിനാണ് ഹംഗ്രി? ഫോർ റോബിങ് ദി റിസോഴ്സസ്. അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയെങ്കിലും മോഡിയെ ഇവിടുത്തെ താഴെ ഇറക്കിയിട്ട് ഈ ഭരണത്തിൽ കയറിയിട്ട് ഈ പബ്ലിക് റിസോഴ്സസ്, മണി ആവാം, അല്ലെങ്കിൽ ഗോൾഡ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസോഴ്സ് ആവാം, അല്ലെങ്കിൽ 2G ആവാം, 3G ആവാം, ഖനി ആവാം, എന്ത് വേണമാവാം, അത് അടിച്ചു മാറ്റുകയും അത് അവരുടെ ആൾക്കാർക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ കൊണ്ട് സേഫായിട്ട് സ്റ്റോർ ചെയ്യുകയും, ഇവിടത്തുകാരുടെ ചെലവിന് വേണ്ടി കടം വാങ്ങിച്ച് 1 ലക്ഷം 1.25 ലക്ഷം വീതം പെർ ക്യാപിറ്റ കടം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് രാജ്യത്തിനെ കുട്ടിച്ചോറാക്കുകയും രാജ്യത്തെ ജനത്തിനെ കുട്ടിച്ചോറാക്കുകയും കടത്തി ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്നത്തെ രാഷ്ട്രീയം. അതിൽ നന്മയുള്ള രാഷ്ട്രീയം തിരിച്ചറിയാൻ പോലുള്ള ബുദ്ധി പോലും നമ്മുടെ ആൾക്കാർക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടത്തെ സ്റ്റേറ്റിലെ ഗവൺമെന്റുകളൊക്കെ 1 2 എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. കിറ്റ് കൊടുത്ത് പീഡിപ്പിക്കുക. പിന്നെ നമ്മുടെ ഇവർക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാം? ഇപ്പൊ കേരളത്തിൽ 3.5 കോടി ജനം, ഏതാണ്ട് 2.5 കോടി മറ്റ് വോട്ടേഴ്സ് ഉള്ളത്. ഇതിൽ അറ്റ്ലീസ്റ്റ് 60-70% ഓഫ് ദ പീപ്പിൾ, നമ്മൾ വലിയ ബുദ്ധിമാന്മാരെന്നൊക്കെ പറയും, ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. ഈ CAA എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ കൊല്ലാനാണെന്ന് ഇവര് പറയുമ്പം അതിന്റെ പുറകെ നടക്കുന്നവരെ എന്ത് പറയാനാണ്? അത് വിശ്വസിക്കുന്നവരെ എന്ത് പറയാനാണ്? ഇതിനൊക്കെ ഒരു ഫിലോസഫി ഉണ്ട്, ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരു നന്മയുള്ള ലീഡർ ആണെങ്കിൽ മോഡിജിയുടെ ഫിലോസഫി ഞാൻ എപ്പോഴും കാണും. അദ്ദേഹം എപ്പോഴും പറയുന്നത് ഇൻക്ലൂഷൻ, ഇൻക്ലൂഷൻ, ഇൻക്ലൂഷൻ. എന്താ അതിന്റെ അർത്ഥം എന്നതാ? ഒരു മനുഷ്യനെ പോലും വെളിയിൽ പോകാൻ പാടില്ല. പോപ്പുലേഷൻ മൊത്തം ഇൻക്ലൂഷൻ. ഫുഡ് എങ്കിൽ അതുപോലെ തന്നെ, ഡെവലപ്മെന്റ് എങ്കിൽ അതുപോലെ തന്നെ, എഡ്യൂക്കേഷൻ എങ്കിൽ അതുപോലെ തന്നെ, ഹെൽത്ത് എങ്കിൽ അതുപോലെ തന്നെ, ഫിനാൻസ് എങ്കിൽ അതുപോലെ തന്നെ. അതാണ് ശരിക്കുള്ള. അല്ല സാർ പറഞ്ഞവര് മുസ്ലിങ്ങളുടെ പൗരത്വം കളയെന്ന് പറഞ്ഞ് നാക്കുള്ളിലേക്ക് ഇട്ടില്ല. അതിനു മുൻപ് തൃശ്ശൂരിലെ ഒരു വനിതയ്ക്ക് ഇങ്ങോട്ട് കിട്ടുക ചെയ്തത് പൗരത്വം. അത് ശ്രീലങ്കക്കാരി 32 വർഷത്തോളം അവർ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സാറ് നാളെ മലപ്പുറം MP ആയി. എന്താണ് സാറിന്റെ ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് സാറിന് അവർക്ക് എന്താണ് സാർ കൊടുക്കുക? സാർ MP ആയി. നല്ല ചോദ്യം. ഞാൻ കാലിക്കറ്റ് ഇരുന്നപ്പോ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ I am a vice chancellor for everybody. I am not a vice chancellor of one group. അവർ എന്നെ കൊണ്ടുവന്നവരുടെയോ ഒന്നുമല്ല. I am a vice chancellor of the university. എന്ന് പറയുന്ന പോലെ ഇവിടെ നിന്ന് തന്നെ ഒരു വിഭാഗമായിരിക്കും ഭൂരിപക്ഷം വന്ന് വിചാരിക്കും. തിയററ്റിക്കലായി ഞാൻ അങ്ങനെ വിചാരിച്ച ഇവൻ ഇത്രയും വലിയ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു. അതൊന്നും വേണ്ട. എന്നെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള 41 ലക്ഷം ജനങ്ങളും 15 ലക്ഷം വോട്ടേഴ്സിനും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു MP ആയിരിക്കും. അല്ലാതെ ഒരു സെക്ഷൻ കൊണ്ടുവന്ന ഒരു MP ആയിരിക്കും. മോഡിയാണ് എന്റെ മോഡല്. മോഡിയെ NDAക്കാർ വിട്ടു കഴിഞ്ഞാലും ഹീസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ ഹോൾ ഇന്ത്യ. ആരെയും മാറ്റി നിർത്തുന്നില്ല. ഓൾ വേൾഡ് ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഐ വിൽ ബി എ മെമ്പർ if I am selected. I will be an MP of the entire population of this thing. Number 2, ഞാനും ഇത് ഒരു 6-7 പതിറ്റാണ്ടായിട്ട് ലോകത്ത് 10-25 രാജ്യങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. 40-45 കൊല്ലം വിദ്യാഭ്യാസ മേഖലയിൽ ടോപ്പ് വരെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്.
ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ടെക്നോളജി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ള മേഖലകളിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ ഒരു അഡ്വൈസറുമായിരുന്നു ഈ ഡെവലപ്മെന്റിൽ. ഈ കാലഘട്ടം കൊണ്ട് എനിക്ക് എൻ്റെ തലയിൽ കയറിയിട്ടുള്ള, എൻ്റെ എക്സ്പീരിയൻസ് വന്നിട്ടുള്ള, ഞാൻ ഗെയിൻ ചെയ്തിട്ടുള്ള ടെക്നോളജി എനേബിൾഡ് ഡെവലപ്മെന്റിൽ ലോകം മൊത്തം ഇൻക്ലൂഡിങ് UN പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് എ റീജിയൻ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ സ്റ്റാൻഡ് ഇൻ ദ ടെസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞാൽ 2024 35 എന്ന് പറയും സമയം പോകുമ്പം ഈ ഗ്രാഫ് താഴോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസോഴ്സസിനെ നിങ്ങൾ നശിപ്പിക്കാതെ, മണ്ണും വെള്ളത്തിനെയും നശിപ്പിക്കാതെ, ജനങ്ങളുടെ ഹാപ്പിനെസ് ഓറിയന്റ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ മേഖലയിലും ഡെവലപ്മെന്റ് കൊണ്ടുവരികയും അതേസമയം അത് ഇൻക്ലൂസീവ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നിലനിൽക്കുന്നതും ആയിരിക്കുന്ന ഒരു സ്ട്രാറ്റജി. അതൊരു സിമ്പിൾ സ്ട്രാറ്റജി അല്ല. അത് ഇപ്പൊ UN ഒക്കെ അത് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു റീജിയണും, ഉദാഹരണത്തിന് കേരളത്തിന്റെ സ്ട്രാറ്റജി അല്ല തമിഴ്നാടിന്. കാര്യം കാലാവസ്ഥ വേറെ, മണ്ണ് വേറെ. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ഇവിടുത്തെ കാലാവസ്ഥ പഠിച്ചു, മണ്ണിനെ പറ്റി പഠിച്ചു, ഏരിയയെ പറ്റി പഠിച്ചു, മനുഷ്യന്മാരെ പറ്റി പഠിച്ചു, വാട്ടർ റിസോഴ്സിനെ പറ്റി പഠിച്ചു, റോഡ്സ്, റെയിൽവേസ്, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പഠിച്ചു. കുറച്ചൊക്കെ പഠിച്ചോളൂ. 4 കൊല്ലം ഓടി നടന്നപ്പോൾ കണ്ടതിനപ്പുറം ഇവിടുത്തെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഹ്യൂമൻ സ്പെസിഫിക് പ്രോബ്ലംസ്, നേച്ചർ സ്പെസിഫിക് പ്രോബ്ലംസ്, അഗ്രികൾച്ചർ സ്പെസിഫിക് പ്രോബ്ലംസ്, ഏവിയേഷൻ ആൻഡ് റോഡ് സ്പെസിഫിക് പ്രോബ്ലംസ്, tourism related problems, health related problems, knowledge related problems, employment related problems, women related problems, പിന്നെ അങ്ങനെ ചില മേഖലകളുണ്ട്. ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഓരോന്നിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്യുന്ന പറയാൻ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇവിടുത്തെ എയർപോർട്ടിനെ പറ്റിയുള്ള കംപ്ലൈൻറ്റ്. അപ്പം മോഡിജിയുടെ നോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, വന്ദേ ഭാരത്, ബുള്ളറ്റ് ട്രെയിനൊക്കെ ഇങ്ങനെയുള്ള കാലമാണുള്ളത്. അപ്പം നമ്മുടെ റോഡ് നെറ്റ്വർക്ക് ഈ മോഡേൺ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് എങ്ങനെ മാറ്റാം? അതൊരു ചലഞ്ചാണ്. റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ മാറ്റാം? ഈ എയർപോർട്ട് എങ്ങനെ നമുക്ക് ഈ വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അതിനോടൊപ്പം മലപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇവിടെ നിന്ന് വെളിയിൽ പോയിരിക്കുന്ന പ്രവാസികൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പ്രവാസിയെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനും റിട്ടേൺ ചെയ്ത് വരുന്നവനെ സംരക്ഷിക്കുന്നതിനും വേണ്ടി നാഷണൽ പ്രവാസി വെൽഫെയർ മിഷൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമ്മുടെ ആനന്ദബോസ് സാറിൻ്റെ നേതൃത്വത്തിൽ ഞാനും കൂടെ സപ്പോർട്ട് ചെയ്ത്, എൻ്റെയും കൂടെ അതിനകത്തുണ്ട്, ഇത് ഒരു പ്രോജക്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ പ്രവാസികളുടെ വീട് മുതൽ അവിടെ പോയി തിരിച്ചു വരുന്ന അവരുടെ ഇഷ്യൂസും അവരുടെ കുടുംബത്തിൻ്റെ ഇഷ്യൂസും അവർ തിരിച്ചു വന്ന അവരുടെ എംപ്ലോയ്മെന്റ് ഇഷ്യൂസും റീ എംപ്ലോയ്മെന്റ് ഇഷ്യൂസും സ്കില്ലിംഗ് ഇഷ്യൂസും ട്രാൻസ്പോർട്ട് ഇഷ്യൂസും അവര് ഫാമിലി ത്രെട്ട് അങ്ങനെയുള്ള ഇതെല്ലാം കവർ ചെയ്യുന്ന അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ കുട്ടികളുടെ ഹെൽത്ത്, ഇങ്ങനെ എല്ലാം കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഇവിടെ ടൂറിസത്തിന് വേണ്ടി നമുക്ക് പ്രോഗ്രാം ഉണ്ട്, ചാലിയാറിന് വേണ്ടി പ്രോഗ്രാം ഉണ്ട്, നോളജ് സിറ്റി ആക്കുന്നതിന് പ്രോഗ്രാം ഉണ്ട്, ഹെൽത്ത് സിറ്റി ആക്കുന്നതിന് പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു കുറെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം റിലീസ് ചെയ്യാറായിട്ടില്ല, അത് ഉടനെ റിലീസ് ചെയ്യും. ഒറ്റ കാര്യം ഞാൻ പറയാം, ഡെഫിനറ്റ് ആയിട്ട് ഞാൻ 5 കൊല്ലം ഇരിക്കുള്ളൂ. 5 കൊല്ലം എന്നാ കഴിയാവുന്ന മാക്സിമം ഞാൻ ചെയ്യും. ഇതുവരെ പഠിച്ചതെല്ലാം വെച്ചിട്ട് ഐ വിൽ എൻഗേജ് പ്രൊഫഷണൽസ് ടു ഡെവലപ്പ് quality projects in every areas. I will go to the ministries, get it sanctioned എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ പറയുന്നത്. The entire 41 lakhs of people irrespective of caste, creed, sex, communal or party politics. അത് തന്നെയായിരിക്കും എൻ്റെ ഉദ്ദേശം. ഇനി എപ്പോഴും ഇവിടെ ഉള്ളതിൽ നമ്മൾ ഒരുപാട്, ഞാൻ ഓർക്കുന്നത് അഗ്രികൾച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇരുന്നപ്പോൾ ഒരുപാട് മുസ്ലിം കുട്ടികൾ, പെൺകുട്ടികൾ, MBBS, BTech, MTech, BDS, ആയുർവേദ ഇതൊക്കെ പഠിച്ച് ഇവിടുത്തെ അച്ഛന്മാർ, ഇവിടുത്തെ വാപ്പമാരുടെ പരിപാടി എന്താണെന്നറിയോ? എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ഞാൻ മണലാരണ്യത്തിന് കൊണ്ടുവരുന്ന പൈസ എല്ലാം എൻ്റെ പിള്ളേർ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല സയന്റിസ്റ്റ് വരെ ഉണ്ട്. ഈ പിള്ളേരുടെ ഒരു ട്രാജഡി എന്താണെന്നറിയാം? ഉടനെ കല്യാണം കഴിക്കും. ഇപ്പോഴും പിള്ളേർ മാറിയൊക്കെ നിൽക്കും. കല്യാണം കഴിച്ച് ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു ഡോക്ടർ വീട്ടിലാണ്. യുനോ അൺഎംപ്ലോയിഡ് ഒരു ഡോക്ടർ പ്രൊഡ്യൂസ് ചെയ്യണേ മോർ ദാൻ ₹1 crore. ഒരു ആയിരക്കണക്കിന് ഡോക്ടർമാർ വീട്ടിലുണ്ട്, ഡെന്റൽ സയന്റിസ്റ്റ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ഉണ്ട്. One area which I feel should be how best we can use
ദ മദർ പ്രൊഫഷണൽസ്, അതൊരു ഏരിയ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഇവിടെ ഒരുപാട് സിംഗിൾ മംസ് ഉണ്ട്, സെപ്പറേറ്റ് മംസ് ഉണ്ട്, ഡൈവേഴ്സ്ഡ് മംസ് ഉണ്ട്, ലെസ് പ്രിവിലേജ് മംസ് ഉണ്ട്. ഇവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഹരിത കർമ്മസേന നേരത്തെ പറഞ്ഞു, ഇവരെ കുറച്ചുകൂടെ ഒന്ന് അതുപോലെ ഈ MNREGA, ഈ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, അവരെ ഒന്ന് എങ്ങനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. നിങ്ങളെ ഞാനും ടാക്സ് കൊടുത്താണ് ഈ രാജ്യത്തെ 5.5 ലക്ഷം 6 ലക്ഷം ഗവൺമെന്റ് എംപ്ലോയീസിന് ശമ്പളം കൊടുക്കുന്നത്. അത് ഈ ടാക്സിന്റെ 80% ഇവരത്തിൽ നിന്ന്. പക്ഷെ ഇവരെയൊന്നും ഒരു കാര്യം നേടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ആൾക്കാർ ഉണ്ട്, അവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം സമരം ചെയ്യാനും യുദ്ധം ചെയ്യാനും യൂണിയൻ ചെയ്യാനും പാർട്ടിയോട് ചേർന്ന് നടക്കാനുമാണ്. ഇതിനൊരു മാറ്റം വരണം, മാറ്റത്തിന്റെ ഒരു കാറ്റ് വീശണം. എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്? ഇവരൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം. ഒന്ന്, ഗവൺമെന്റ് ഷുഡ് കം ഔട്ട് വിത്ത് ആൻ എനാക്ട്മെന്റ്. എന്താണെന്നറിയോ? നിങ്ങളിപ്പോൾ ഒരു മിസ് കാൾ അടിച്ചാൽ നിങ്ങൾക്ക് ഗ്യാസ് വരുന്ന പോലെ, നിങ്ങളൊരു മിസ് കാൾ അടിച്ചാൽ നിങ്ങളുടെ വീടിന്റെ കരമടയ്ക്കാൻ, കരം പിരിക്കാൻ വില്ലേജ് ഓഫീസറോ അയാളുടെ റെപ്രസെന്റേറ്റീവ് നിങ്ങളെ വീട്ടിൽ വരണം. നിങ്ങളുടെ എനി സർവീസ്, ഞാനത് പറയുന്നത് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസസ്. ഇപ്പൊ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണ്, നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ല. ഇപ്പൊ അമ്മമാര് പറയും എനിക്കൊരു മിസ് കാൾ അടിച്ചാൽ എന്റെ ഗ്യാസ് വീട്ടിൽ വരും. എന്ത് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് നിങ്ങളിപ്പോ ഈ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ആൾക്കാര് എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, എനിക്കൊരു ആപ്ലിക്കേഷൻ വേണം, എനിക്കൊരു അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു മിസ് കാൾ സെന്റർ അത് ഡൈവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവര് നിങ്ങളെ വിളിക്കണം, നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ ടെക്നോളജി എനേബിൾഡ് മാനേജ്മെന്റ് കൊണ്ട് എന്തെല്ലാം ചെയ്തു തീർക്കാം. അല്ലെങ്കിൽ വി മസ്റ്റ് എൻഗേജ് മോർ നമ്പർ ഓഫ് പീപ്പിൾ ടു ഗോ ടു ദ ഹോം. അവരുടെ കാര്യം മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക, അവരെ കൊണ്ട് ഒപ്പിടിക്കുക, അവർ പോയി സാധനം നടത്തുക, അവരിവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ മുതലാളിയാവും. ആര് മുതലാളിയാവും? സാധാരണക്കാരന് ഒരു ശരിക്ക് ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പെടാൻ കേട്ടോ, അതിന് കാര്യമല്ല. ഞാൻ പറഞ്ഞ വി ആർ ലുക്കിംഗ് ഫോർ എ ചേഞ്ച്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ പഠിച്ചെല്ലാം നമ്മൾ കളയണം. അത് നമ്മൾ പറയാറുണ്ട്, സയൻസിൽ പറയാറുണ്ട്, അൺലേൺ വാട്ട് യു ഹാവ് ലേൺ. നിങ്ങൾ പഠിച്ചെല്ലാം പഴയതാണ്, കളയൂ. യു റീലേൺ ബേസ്ഡ് ഓൺ ടെക്നോളജി, ബേസ്ഡ് ഓൺ ഹ്യൂമാനിറ്റി, ബേസ്ഡ് ഓൺ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഹ്യൂമൻ നീഡ്. ആ രീതിയിൽ ഇവിടുത്തെ ഗവേണൻസിനെ ഒന്ന് റീറ്റെയിലർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വേണം മാറേണ്ടത്. അല്ല നമ്മൾ ചുമ്മാ എന്ന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈസി ആയിട്ട് ഒരു 10 സെന്റിന് കരമടയ്ക്കുന്നതിന് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഓടി, നിവൃത്തിയില്ല. അവൻ കാണൂല, അവൻ അവധി, നിവൃത്തിയില്ല. അവസാനം ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറെ വിളിക്കേണ്ടി വന്നു. ഞാൻ ഓടി മടുത്ത്, ഓ സാറ്, ഞാൻ പറയും എനിക്ക് ഇതാണ് അവസ്ഥ, സാധാരണക്കാരൻ്റെ അവസ്ഥ. നമ്മളെ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കോർപ്പറേഷൻ ഓഫീസിൽ ഇവിടെയൊക്കെ ചെന്ന് കിട്ടുന്നത്. അതുപോലെ ഹോസ്പിറ്റൽസിൽ നമുക്ക് വമ്പിച്ച റെവല്യൂഷൻ വരേണ്ടത് നമ്മുടെ ഹെൽത്ത് സെക്ടർ, ഈ പറഞ്ഞ പബ്ലിക് ഗവേണൻസ് സിസ്റ്റം, ഇതിലൊക്കെ ടെക്നോളജി എനേബിൾഡ്. ഇവിടുത്തെ കറപ്ഷൻ മാറ്റിക്കളയാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം എന്നറിയാം, ഈ ഡിസിഷൻ എടുക്കാനെല്ലാം കമ്പ്യൂട്ടർ ഏൽപ്പിക്കാം. ഇന്ന് എളുപ്പിക്കാം. ഇന്നിപ്പോ CA പോലും കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, നേരെ ഡിസ്ട്രിക്ട് കളക്ടർ വരുന്നു, അവരുടെ കമ്മിറ്റി എടുത്തിട്ട് അവർക്ക് കൃത്യമായിട്ട് എഴുതണം, കള്ളം എഴുതാൻ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പോൾ കമ്പ്യൂട്ടർ പിക്കപ്പ് ചെയ്യുന്നു, അവസാനം ഹ്യൂമൻ ബ്രെയിൻ വെച്ചിട്ട് ഒന്ന് വെരിഫൈ ചെയ്യുന്നു. കൊടുത്തു കഴിഞ്ഞു, അതിനിടയ്ക്ക് ആൾക്കാർ കൊടുത്തു കഴിഞ്ഞു. സോ ഞാൻ പറയണ കറപ്ഷൻ കളയാനും നീതി കൊടുക്കാനും ക്വിക്നെസ് എനേബിൾ ചെയ്യാനും ഒക്കെ ഉള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പരിപാടി. എല്ലാം ഞാൻ പറയുന്നില്ല, ഈസ് ഇൻട്രസ്റ്റിംഗ് ദീസ് സോർട്ട് ഓഫ് ഡിസിഷൻസ് ടു ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഏറ്റവും കൂടുതൽ സാർ എനിക്ക് ഒരു ചോദ്യം ഉണ്ടത്, എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ചോദ്യം. ഞാനൊരു മലപ്പുറം ജില്ലക്കാരൻ കൂടി ആയതുകൊണ്ട് ഇവിടെ മലപ്പുറം ജില്ലയിലെ ആളുകൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ആണ് ഇവിടെ സ്വകാര്യ ആശുപത്രികളുടെ കുത്തകയാണ്. ഇവിടെ ഒരുപാട് വലിയ സ്വകാര്യ ആശുപത്രികളുണ്ട്. ഒരു മെഡിക്കൽ രംഗത്ത് നമ്മൾ സാധാരണക്കാരൻ ഏറ്റവും അടുത്ത് പോവുക, അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് ആശുപത്രിയിലാണ്. അങ്ങനെ ഒരു സൗകര്യം സത്യത്തിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒന്നെങ്കിൽ MBS അല്ലെങ്കിൽ EMS അല്ലെങ്കിൽ അൽഷിഫ അല്ലെങ്കിൽ മൗലാന ഇതുപോലെ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആതുരാലയ രംഗത്ത് സാറ് എന്ത് ചെയ്യും സാർ? നിങ്ങളിപ്പോ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്, ആതുരാലയം മാത്രം. നിങ്ങൾ മലപ്പുറം മൊത്തത്തിൽ നോക്കും, ഇവർ 50 കൊല്ലം 60 കൊല്ലം ലോക്സഭയിൽ നിന്നിലേക്ക് ആളിനെ വിട്ടില്ലേ. ഇപ്പൊ കേരളത്തിൽ വിട്ടുകഴിഞ്ഞാൽ ഇവര് റോഡും അത് ഇതൊക്കെ വാങ്ങിക്കും, അവിടെ ഭരിച്ച മന്ത്രിമാരെ വാങ്ങിക്കും. ലോക്സഭയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എന്ത് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്? ഇവിടെ ഈ ഭാഗത്ത് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? നല്ല റോഡ് കൊണ്ടുവന്നിട്ടില്ല. നല്ല ഈ പറഞ്ഞ ഞാൻ എപ്പോഴും ആലോചിക്കുകയായിരുന്നു, വാട്ട് ഈസ് എ പോസിബിലിറ്റി ഓഫ്
ഈ എയിംസ് ലൈക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് ഇവിടെ വന്നുകൂടാ? Yes. നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജിന് എന്തുകൊണ്ട് ആ ലെവലിലേക്ക് ചെയ്തുകൂടാ? ഇവിടെ ഒരു എന്താ പറയണത്, അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഉണ്ട്. എന്നോട് ചോദിച്ചു, സാറിന് എന്തെങ്കിലും ചെയ്യാം? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, പക്ഷെ ചെയ്യേണ്ട ഇവിടെ ആരാ? നിങ്ങളുടെ MP യാ. യു ആസ്ക് ഹിം, യു സെൻഡ് മീ ആസ് യുവർ MP, ദെൻ യു ആസ്ക് മീ. നടക്കുന്നതാണെങ്കിൽ ഞാൻ നടത്തി കാണിച്ചു തരാം. അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവര് പറയണ വേണ്ട സാറേ ഞങ്ങളിപ്പോ മുസ്ലിം ലീഗിലെ ആൾക്കാരെ വിട്ടോളാം, ഫൈൻ, താങ്ക് യു വെരി മച്ച്. ഇവരെ സെലക്ട് ചെയ്താലോ എനിക്ക് കഷ്ടപ്പാട് കൂടുതൽ. പണി ഏൽപ്പിച്ചാ എനിക്ക് പണി കിട്ടും. ആ പിന്നെ ഞാൻ ഒരു സംശയമില്ലാത്ത കാര്യമില്ല, ഞാൻ അതിൽ എൻജോയ്മെന്റ് കിട്ടുന്നതാണ്. ഞാൻ വോട്ട് ചോദിക്കാൻ പോലും ഞാൻ NDA കാൻഡിഡേറ്റ് ആണ്, വോട്ട് ചെയ്യണം എന്ന് പറയും. പിന്നെ അതിനപ്പുറം ഒന്നും ഞാൻ പറയില്ല. കാര്യം എന്താണെന്നറിയാം, ഗഡ്കരി പറഞ്ഞ എന്താണെന്നറിയാം, യു ഹാവ് സീൻ മീ, ഞാൻ എന്താ ചെയ്ത് നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് എന്നെ വേണം, ഞാൻ ഈ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ വോട്ട് ചെയ്യും. അത് ഒരു ഓണസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അല്ല നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്തിനാ? എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ, എനിക്ക് 10 പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമില്ല. കാര്യം ദൈവം എനിക്ക് ജീവിക്കാനുള്ളത് തന്നിട്ടുണ്ട്. ഒരു 3 സ്റ്റാർ ലിവിങ്ങിനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മലപ്പുറം ഞാൻ തിയറട്ടിക്കലായിട്ട് ഞാൻ ഓടിക്കണ്ടൊക്കെ ഉള്ളൂ. ഇവിടുത്തെ പീപ്പിൾ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ദേ നോ വാട്ട് ആർ ദ നീഡ്സ്. അങ്ങനെയാ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞത് ഈ പറഞ്ഞ അങ്ങാടിപ്പുറം, പിന്നെ മേലാട്ടൂർ, ഇതൊക്കെ ഒന്ന് മോഡേൺ ലെവലിൽ ഇപ്പൊ തന്നെ 14 കോടി ഒന്നിനും വേറൊന്നിനും 13.5 കോടി കൊടുത്തു കഴിഞ്ഞു. ഇനി ഫണ്ട് വരും. ഒന്ന്. രണ്ടാമത് ഒരു ഫ്രീക്വൻസി ഓഫ് റെയിൻ ആൻഡ് ട്രിപ്സ്. ഉദാഹരണത്തിന് നമ്മുടെ ഏതാണ് ഇവിടുന്ന് വരുന്നില്ലേ, നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് വരുന്ന ട്രെയിൻ, ആ സാധനം വന്നു കഴിഞ്ഞ് ഇവിടെ കിടക്കുന്നു, അതിന് കോയമ്പത്തൂർ വരെ വിടാവോ, തിരിച്ചു പോവോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ദിസ് ആർ ഓൾ സിമ്പിൾ ഇഷ്യൂസ്. നമ്മൾ ചെന്ന് റെയിൽവേ മിനിസ്ട്രിയിൽ സാറേ ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ ഒരു റീസണും ഇല്ല. പക്ഷെ നമ്മുടെ പാർട്ടിയുടെ അടുത്ത് പോകുന്നതും പാർട്ടി ഇല്ലാത്ത ഓപ്പോസിഷൻ പോകുന്നതും രണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞത് നമ്മുടെ റെയിൽവേ കടത. പിന്നെ എല്ലാവരും പറയും ഇവിടെ ഫുട്ബോൾ അക്കാഡമിയല്ല. ഫുട്ബോൾ മാത്രമല്ല, ഫിറ്റ്നസിന് വേണ്ടി ഫുട്ബോൾ ഇവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. ഇപ്പൊ എല്ലാം പറയണെല്ലാം ഞാൻ എടുത്തോണ്ട് തരുമെന്നും അല്ല പറയണത്. നമ്മൾ വി വിൽ മേക്ക് എ വെരി ഓണസ്റ്റ് സ്ട്രേറ്റ് അറ്റംപ്റ്റ് ഫോർ ദാറ്റ്. അത് ചെയ്യും. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ഓവറോൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൾസോ ഇത് മൂന്ന് അർത്ഥമാണ്. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോക്കസിങ് ദ ഹാപ്പിനെസ് ഓഫ് എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് ദി ഡിസ്ട്രിക്ട്. അതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ഞാൻ ആദ്യം ഈ മലപ്പുറത്ത് 4 കൊല്ലം ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് എന്നെ ഇവിടെ VC ആക്കി കൊണ്ടുവന്ന ഇവിടുത്തെ മുസ്ലിം ലീഗാണ്. മനസ്സിലായില്ലേ? ഞാൻ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. പക്ഷെ അന്ന് ഞാൻ പൊളിറ്റീഷ്യൻ അല്ല, അക്കാഡമിഷ്യനാണ്. ആ 4 കൊല്ലം ഞാൻ മലപ്പുറത്തെ മുസ്ലിങ്ങളെയും മറ്റു ആൾക്കാരുടെയൊക്കെ സ്നേഹവായ്പ ഒരുപാട് അറിഞ്ഞതാണ്. ഇവിടുത്തെ ഫുഡ്, അവരുടെ നന്മ, അവരെ കെട്ടിപ്പിടുത്തം, വീട്ടിൽ ചെന്നാൽ അവർ നമ്മളെ സ്വീകരിക്കുന്ന രീതി. മലപ്പുറത്ത് ഒരു വീട് വെച്ച് താമസിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു ഞാൻ. എന്തുകൊണ്ടാണ് നടന്നില്ല? അതുപോട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഉള്ള ഒരു കുറവെന്ന് ഞാൻ കാണുന്നത്, അവരെ ഈസി ആയിട്ട് ഇവർക്ക് പൊളിറ്റീഷ്യൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. എക്സാമ്പിള് ഞാൻ പറയട്ടെ, ഈ CAA തന്നെ ഒരു കാര്യം, അവരതിനങ്ങ് വിശ്വസിക്കുകയാണ്. കാര്യം അവർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് അവരുടെ ഒരു കുറവ് തന്നെയല്ലേ? അവിടുത്തെ ലീഡേഴ്സോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസോ പറയുന്ന അതുപോലെ വിശ്വസിച്ച് അവരുടെ കൂടെ പോവുക, അത് കുറവ് തന്നെയല്ലേ? മുമ്പൊരിക്കൽ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് ഓർക്കണം. ഒരു മാസത്തിന് മുമ്പായിട്ട് പറഞ്ഞതാ, നിങ്ങൾ ഞങ്ങളെ ഇനിയും ബാബറി മസ്ജിദിന്റെ അവിടെ കെട്ടി പൂട്ടിയിടരുതേ, ഞങ്ങളെ ഒന്ന് വിടൂ, ഞങ്ങളെ ഒന്ന് വെളി വരട്ടെ, അത് ലീഗലി സെറ്റിൽ ചെയ്തതല്ലേ. നീണ്ട കാലത്തെ ഡിസ്പ്യൂട്ടിന് ശേഷവും ഡിസ്കഷന് ശേഷവും ഹൈക്കോടതി, സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് ലീഗലി സെറ്റിൽ ചെയ്ത് അത് വന്ന് നമുക്ക് സന്തോഷത്തിന്റെ മേഖല വരുമ്പോൾ വീണ്ടും നിങ്ങൾ കുത്തിപ്പൊക്കാതെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ പേരുണ്ട് അല്ലേ? നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത്, റിയലൈസ് the realities of India, the demographic realities of India, religious reality of India, educate knowledge realities of India. നമ്മളെ എബിലിറ്റീസ് ഇന്ന് നിങ്ങൾ നോക്കിക്കേ, 192 നാഷൻസിലെ എല്ലാ ലീഡേഴ്സും മോഡിജിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ സല്യൂട്ട് അടിച്ചല്ലേ നിൽക്കുന്നത് അല്ലേ? മോഡിജീസ് വേർഡ് ഈസ് ഫൈനൽ. ഉക്രൈൻ ആയാലും കൊള്ളാം, പിന്നെ ഇസ്രായേൽ ആയാലും കൊള്ളാം, എനി ഡിസ്പ്യൂട്ട് മോഡിജീസ് ഫൈനൽ. നമ്മളെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ചോദിക്കും, അവർക്കൊക്കെ ഇപ്പൊ നല്ലൊരു ഗമയല്ലേ, എഴുന്നേറ്റ് നിന്നൂടെ? അവർക്ക് ആ കസേര കൊടുക്കുന്നില്ലേ? ഏത് മേഖലയിലാണ് അദ്ദേഹം ടച്ച് ചെയ്യാത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 300-350 പ്രോഗ്രാംസ് ഉണ്ട്, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതെല്ലാം കൂടെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ 2 ദിവസം എടുക്കും. അതിന്റെ ബെനിഫിറ്റ്
ഇവിടുത്തെ 143 കോടി ജനങ്ങളിൽ മോഡിജിയുടെ പ്രോഗ്രാമിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാത്ത ആരെങ്കിലും ഒരാളുണ്ടോ? സ്ട്രീറ്റ് വെണ്ടർ ആയാലും കൊള്ളാം, ഒരു വീട്ടിൽ 2ഉം 3ഉം, അത് ജൻധൻ ആവാം, അല്ലെങ്കിൽ ആയുഷ്മാൻ ആവാം, അല്ലെങ്കിൽ അരി ആവാം, അല്ലെങ്കിൽ വീടാവാം. സാറ് വികാരവും വിചാരം എന്ന് നമ്മൾക്കറിയാം. വികാരത്തോടെ ചിന്തിക്കുന്ന ഒരു ജനത, വിചാരത്തോടെ ചിന്തിക്കുന്ന ഒരു ജനത, അതല്ലെങ്കിൽ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ജനത. ഇവിടെ നമ്മുടെ നാട് ശരിക്കും വികാരത്തോടെ ചിന്തിക്കുന്ന ആളുകളാണ്. ഇവിടെ എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം പറയാനുണ്ട്. അതായത് ഞാൻ അതിന് പറയുന്നത്, ഒരു മനുഷ്യൻ ഹാർട്ട് ഗവേൺഡ് പേഴ്സൺ ഉണ്ട്, ബ്രെയിൻ ഗവേൺഡ് പേഴ്സൺ. വാട്ട് ഈസ് എ ഹാർട്ട് ഗവേൺഡ് പേഴ്സൺ? ഹാർട്ട് ഗവേൺഡ് പേഴ്സൺസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും. അവരവരുടെ ഹാർട്ടുണ്ട്, പെട്ടെന്ന് സന്തോഷം വരും, പെട്ടെന്ന് സങ്കടം വരും, ദയ തോന്നും. അവരെ ഇന്നസെന്റ് പീപ്പിൾ ആണ്, യഥാർത്ഥ മനുഷ്യർ, പച്ച മനുഷ്യരാണ്. അവന് സങ്കടം വരും, അവന്റെ കണ്ണ് നിറയും, അവൻ കെട്ടിപ്പിടിക്കും. അവൻ ഒരു ഹാർട്ട് ഗവേൺഡ് ഇന്നസെൻസിന്റെ ആൾക്കാരാണ്. പക്ഷേ there are brain governed people, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നത്. they are അവര് കുറച്ച് ഷൂഡാണ്. അവര് ബ്രെയിൻ അപ്ലൈ ചെയ്ത് അവരെന്ത് ചെയ്യും? ബ്രെയിൻ അപ്ലൈ ചെയ്തിട്ട് അവന്റെ അഡ്വാൻറ്റേജിന് എല്ലാം കൂടെ വളഞ്ഞുകൊണ്ടുവരും. ഏതാ ശരിയെന്ന് ചോദിച്ചാൽ, ഏതാ തെറ്റാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടിലും ഗുണമുണ്ട്, രണ്ടിലും ദോഷമുണ്ട്. അതായത് നിങ്ങൾ മനുഷ്യനാവണമെങ്കിൽ നിങ്ങൾക്ക് വിചാരവികാരങ്ങൾ കുറച്ച് വേണം. ഓവറായിട്ട് ആയി കഴിഞ്ഞാൽ യു വിൽ ബി ഫെയിലുവർ. അതുപോലെ തന്നെ ഒരു ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്മാർട്ടായിട്ട് ടെക്നോളജി ഉപയോഗിച്ച് പോകുന്നതിന് യു നീഡ് ബ്രെയിൻ, അതും വേണം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വന്നാൽ നന്നായിരിക്കും എന്ന് പറയാനാണ് എനിക്കിഷ്ടം. സർ, രാഷ്ട്രമാണ് പ്രധാനം, രാഷ്ട്രീയമല്ല. എന്നാൽ രാഷ്ട്രീയത്തിന് നിലനിൽപ്പ് വേണമെങ്കിൽ ഈ രാഷ്ട്രം നിർബന്ധമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം സംശുദ്ധ രാഷ്ട്രീയമായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് വരാനിരിക്കുന്ന പ്രശ്നം? നമുക്കറിയാം, മോദിജി എപ്പോഴും വിഭാവനം ചെയ്യുന്നത്, പറയുന്നത്, അതല്ലെങ്കിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ആ ഒരു പ്യുവർ രാഷ്ട്രീയമാണ്, സംശുദ്ധ രാഷ്ട്രീയമാണ്. കാരണം ഇതുവരെ ചെറിയൊരു ആരോപണം പോലും നമുക്ക്, അതല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്കൊന്നും ഉന്നയിക്കാൻ പോലും പറ്റിയിട്ടില്ല. ആ ഭരണം ഇവിടെ എന്തുകൊണ്ടാണ് സർ നമ്മുടെ ജനങ്ങൾ ഇപ്പോ ഇവിടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാണകത്തിൽ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. പക്ഷെ ഈ ചാണകത്തിൽ ചവിട്ടാത്ത ഇവർക്ക് കിട്ടാതെ പോകുന്ന ആ വലിയൊരു ഭാഗ്യമുണ്ട്. എങ്ങനെയാണ് സാർ ആ ഒരു സംശുദ്ധ ഭരണത്തെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ രാഷ്ട്രം എന്ന് പറഞ്ഞ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു, രാഷ്ട്രം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ രാഷ്ട്രീയം. രാഷ്ട്രം ഉണ്ടെങ്കിലേ രാഷ്ട്രീയം ഉള്ളൂ. നമ്മളൊക്കെ പറയാണ്ട് ഭിത്തി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ചോരെഴുതാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രമാണ് വലുത്, എന്നിട്ട് നമുക്ക് മതം. നമ്പർ 1. നമ്മുടെ BJPയുടെ ആയാലും കൊള്ളാം, ഇവരൊക്കെ വെറുക്കുന്ന RSSന്റെ ആയാലും കൊള്ളാം, അവരെ അടുത്ത് നോക്കണം നിങ്ങൾ. അവരുടെ മതം ഏതാണെന്നറിയാം ചോദിച്ചാൽ ഞാൻ പറയും അവരുടെ മതം അവരുടെ രാഷ്ട്രമാണ്, അവരുടെ ശ്വാസം അവരുടെ രാഷ്ട്രമാണ്. വന്ദേ മാതരം എന്ന് പറയാൻ അവർ തുടങ്ങത്തില്ല. അത് മനസ്സിലാക്കാതെ അവരെ നമ്മൾ കിടന്നിങ്ങനെ ചെറുതെറി പറയുന്നതിന് എനിക്ക് അവരോട് യാതൊരു മതിപ്പുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ് എന്താണ് സംശുദ്ധ രാഷ്ട്രീയവും, പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞൊരു വേർഡുണ്ടല്ലോ, അഴിമതി രാഷ്ട്രീയം. സംശുദ്ധ രാഷ്ട്രീയമാണ് നിങ്ങൾ 10 കൊല്ലം കണ്ടത്. ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓറിയന്റഡ്, പീപ്പിൾ ഓറിയന്റഡ്, പീപ്പിളിന് നന്മ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, അഴിമതി ഇല്ലാത്ത, കറപ്ഷൻ ഇല്ലാത്ത, ഭരണഘടനയെ പറഞ്ഞിരിക്കുന്ന ഇക്വാലിറ്റി, ജസ്റ്റിസ്, ഇതിന് ഊന്നിയ, അടിച്ചു മാറ്റാത്ത കമ്മിറ്റഡ് രാഷ്ട്രീയമാണ് സംശുദ്ധ രാഷ്ട്രീയം. അതാണ് നമ്മൾ കാണുന്നത്. അവിഹിത രാഷ്ട്രീയം എന്നോ അവിശുദ്ധ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കാണുന്നത്. അവരുടെ ഉദ്ദേശം എന്നത് എങ്ങനെയെങ്കിലും ഭരണം ഗ്രാബ്, ആരെ ബാബറി മസ്ജിദ് കെട്ടിവെച്ചാലും, അല്ലെങ്കിൽ ജാൻവ്യാബിയിൽ കെട്ടിയിട്ടാലും, അല്ലെങ്കിൽ CAA കെട്ടിയിട്ടാലും എനിക്ക് അവനെ രക്ഷകൻ ഞാനാണെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ കുറെ കിറ്റ് കൊടുത്താലും അവന്റെ വോട്ട് വാങ്ങി കയറുക, ഭരണം പിടിച്ചെടുത്തിട്ട് ആ കിട്ടുന്ന സമയം കൊണ്ട് മൊത്തം അടിച്ചു മാറ്റുക. അത് ആരും അറിയാതെ അന്യരാജ്യങ്ങളിൽ കൊണ്ടുപോവുക. ഇതല്ലേ നമ്മൾ കാണുന്നത്. നഷ്ടം അൾട്ടിമേറ്റ്ലി പീപ്പിൾ. അതല്ലേ, അത് ഈ പാവങ്ങൾ അറിയുന്നില്ല. ഇവരറിയാതെ അവരെ കൊണ്ടുപോയി ചൂഷണം ചെയ്യാണ്. എനിക്ക് തോന്നാറുണ്ട് വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ വോട്ട് ചെയ്യാതിരിക്കുന്നതും നമുക്ക് ദോഷം ചെയ്യും. വോട്ട് ചെയ്യാതിരുന്ന നമ്മളത് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നം വരും. വോട്ട് ചെയ്യുന്നതും തെറ്റായി പോയ പാർട്ടിക്ക് ഡിസിഷൻ കൊടുത്തു, ഫ്രാഞ്ചൈസി കൊടുത്ത അവൻ കയറി മുടിക്കുകയാണെങ്കിൽ അതും ദോഷമാണ്. പിന്നെ കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നല്ല മനുഷ്യരെ കണ്ട് മനസ്സിലാക്കിയിട്ട് മോഡിജിയെ പോലെയുള്ള ആൾക്കാരെ കാണുമ്പോൾ തിരിച്ചറിഞ്ഞു പോയാണെങ്കിൽ അവർക്ക് നന്മയുണ്ടാവും. പിന്നെ നിങ്ങൾ എന്നോട് അവസാനം ചോദിച്ചു ഇതുപോലെയുള്ള നല്ല രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കുന്നതിനെ പറ്റി ചോദിച്ചു. നിങ്ങൾ നോക്ക്, ഇന്ത്യയിൽ 28 സ്റ്റേറ്റിൽ 18-ലധികം സ്റ്റേറ്റ് BJP ലിങ്ക്ഡ് ഭരണമാണ്. ഇന്നത്തെ സർവേയിൽ 370 മുതൽ 411 MPs ആണ് മോഡിജിയുടെ കൂടെ വരാൻ പോണത്. ഞങ്ങളുടെ കാൻഡിഡേറ്റ് എല്ലാം മോഡിജിയാണ് കാൻഡിഡേറ്റ്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഐ ഓഫൺ സേ
മോഡിജി ഈസ് എ സൺ. ലോകം മൊത്തം സൂര്യപ്രഭ പടർത്തുന്ന ഒരു സണ്ണാണ്, വിത്ത് എനർജി, വിത്ത് ലൈറ്റ്. ഈ സണ്ണുണ്ടെങ്കിലേ ഫോട്ടോസിന്തസിസ് നടക്കൂ എന്ന് പറഞ്ഞതുപോലെ ലോകം മൊത്തം മോഡിജിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോഡിജി പറയട്ടെ, മോഡിജി പറഞ്ഞാൽ തീരാത്ത കേസില്ല. അങ്ങനെ ഒരു ലീഡറാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലും ഈ ഇന്ത്യ മൊത്തം അംഗീകരിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അംഗീകരിക്കുന്നില്ല. അതിനവർ പറയും ഞങ്ങൾ പ്രബുദ്ധരാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ ഇവരെ ഈ രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതി തിരിച്ചറിയാൻ മേലാത്ത ഇത്രയും പ്രബുദ്ധരായ മനുഷ്യരെ നോക്കി നിന്ന് നമുക്ക് എന്താ പറയണത്, കഷ്ടം എന്ന് പറയാനല്ലാതെ ഒരു കാര്യം. സർ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കെ റൈസ്. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ കെ എന്ന് പറഞ്ഞാൽ കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ കെ റൈസ് വരുന്നതിന് തൊട്ട് മുമ്പ് ഭരത് റൈസ് വന്നിരുന്നു. 29 രൂപയ്ക്കായിരുന്നു കൊടുത്തത്. അതിന് ബദൽ എന്ന രീതിയിൽ അപ്പോഴേക്കും കെ എന്ന് ചേർത്തുകൊണ്ട് അതും അതിന്റെ ബാഗൊക്കെ ഏറ്റവും വലിയ രസമാണ്, പച്ച കളറാണ്. അത്തരത്തിൽ ഈ ഭാരത് റൈസിനെ വെല്ലാൻ വേണ്ടി ഇറക്കിയ കെ റൈസ് സർ ആരോടാണ് സർ ഇവരിങ്ങനെ മത്സരിക്കുന്നത്? അതും തന്നെ തെലങ്കാനയിൽ നിന്ന് കടം വാങ്ങി ഏരിയ. നിങ്ങൾ ഈ കഴിഞ്ഞ 6-7 കൊല്ലം അവർ ഭരിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരുപാട് കെ റെയിൽ, കെ ആപ്പ്, കെ ഫോണ്, കെ എന്ന് പറഞ്ഞ റൈസ്, കുറെ കെയർ. ഇത് കിട്ടാത്തതെന്ന് മാത്രമല്ല, ഇതൊരു പറ്റിപ്പ് തട്ടിപ്പാണ്. അതായത് ഇവരുടെ ഒരു രീതി ഞാൻ കണ്ടിട്ടുള്ളത്, ലോകത്തുള്ള നല്ല ബെസ്റ്റ് ടേംസ് ഉണ്ടെങ്കിൽ സസ്റ്റൈനബിൾ എന്നോ ഗ്രീൻ എന്നോ എന്തെങ്കിലും ആരെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്ത് ഇവരെണ്ണം പ്രഖ്യാപിക്കും. പ്രഖ്യാപനം മാത്രം. അതിപ്പോ നോക്കി എത്ര കിലോ കൊടുക്കും അവർക്ക്, എങ്ങനെ കൊടുക്കും? ഓരോരുത്തരും 1.25 ലക്ഷത്തിൽ കൂടുതൽ ഒരു കൊച്ചുകുട്ടിക്കും കടമുണ്ടാക്കി ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഈ സർക്കാർ എങ്ങനെ കൊടുക്കും? ഒന്ന്. രണ്ടാമത് കൊടുക്കുന്ന ആർക്കാണ്? ഈ 3.5 കോടിയിൽ ഏതാ 15 ലക്ഷം 20 ലക്ഷം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവന് മാത്രമേ കൊടുക്കൂ. ഇവിടുത്തെ ജോലി എല്ലാം കമ്മ്യൂണിസ്റ്റുകാരനെ കൊടുക്കുള്ളൂ. ഇവിടുത്തെ ട്രാൻസ്ഫർ എല്ലാം നല്ല സ്ഥലത്തേക്ക് അവനെ കൊടുക്കത്തുള്ളൂ. ഇവിടുത്തെ ഈ കെ പാർട്ടികളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ നോക്ക്, പാവങ്ങളെ പൈസ എല്ലാം അവരടിച്ചു മാറ്റിയില്ലേ? ഇവർ കൺട്രോൾ ചെയ്യുന്ന ബാങ്കുകൾ നോക്ക്, ഇവർ കൺട്രോൾ ചെയ്യുന്ന 149ഓളം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നോക്ക്. ഇതെല്ലാം ഇവരെ 15 ലക്ഷം 20 ലക്ഷം വരുന്ന കമ്മ്യൂണിസ്റ്റുകളെ കുത്തിത്തിരി അല്ലെങ്കിൽ ഏതെങ്കിലും പേര് പറഞ്ഞ് എല്ലാവരുടെയും തലയിൽ ഓരോ പരിപാടി വെച്ചു കൊടുക്കും. അത് മോസ്റ്റ്ലി ഫ്രോഡ് പരിപാടി കൊടുത്തിട്ട് ഇവരെ പിടിച്ചു നിർത്തി പാർട്ടി വളർത്താൻ വേണ്ടി പോകുമ്പം ഈ പാവപ്പെട്ടവർ കിട്ടുന്നത് മതിയെന്നും പറഞ്ഞ് കിറ്റ് കിട്ടുമ്പോൾ വോട്ട് ചെയ്യുന്ന പാവങ്ങളുണ്ടല്ലേ, അവരിതൊന്നും അറിയുന്നില്ല. ലോങ് റണ്ണിൽ എന്നെ ട്രാപ്പ് ചെയ്യാണ് എന്നുള്ളത് ഈ പാവം അറിയുന്നില്ല. മോഡിജിയുടെ പരിപാടി അതല്ല. മോഡിജി ഈസ് ലുക്കിംഗ് അഹെഡ്. വരും തലമുറയ്ക്ക് 2024 നോക്കണ 2047 വികസിത ഭാരതം. നിങ്ങൾ കണ്ട ഇന്നലെ ഞാൻ റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. ഒരാഴ്ചക്ക് മുമ്പ് ഒരു മീറ്റിംഗ്, 80 മിനിസ്റ്റർമാര് 1 ഡേ ഇരുന്ന മീറ്റിംഗ്. വികസിത ഭാരത് 23 years, വാട്ട് ഷുഡ് ബി ദ അജണ്ട, അതിനെ ഫൈനലൈസ് ചെയ്തു. ആ മനുഷ്യന്റെ വിഷൻ നോക്കൂ. 23 കൊല്ലം കഴിയുമ്പോ ഇന്ത്യ എങ്ങനെ ഇരിക്കുന്നു, 5 എന്നുള്ള രീതിയിൽ വികസന അജണ്ട അങ്ങോട്ട്. ഇത് സാധാരണക്കാരൊന്നും അല്ല ചെയ്യുന്നത്. ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്ലാനേഴ്സ്, ബെസ്റ്റ് എക്സ്പെർട്സിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഒന്നത് ഇന്നലെ ഞാൻ വേറെ കണ്ട് 370 411 വരെ കിട്ടുമെന്ന് മോഡിക്കുന്നല്ല നന്നായിട്ടറിയാം. മന്ത്രിമാരോട് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാം. ആദ്യത്തെ 100 days എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴേ പ്രോഗ്രാം ഉണ്ട്. സി ദിസ് ഈസ് ഹൗ ഹി ഈസ് വർക്കിംഗ്. അദ്ദേഹത്തിന്റെ വിഷൻ, അദ്ദേഹത്തിന്റെ ആക്ഷൻ പ്ലാൻ, അദ്ദേഹത്തിന്റെ എബിലിറ്റി ടു പെനിട്രേറ്റ്, അദ്ദേഹത്തിന്റെ എബിലിറ്റി ടു ആക്ട് മോർ ദാൻ ടോക്ക് മോർ. പിന്നെ നിങ്ങൾ കണ്ട സാധാരണ ഈ മിനിസ്റ്റർമാരെ എടുക്കുമ്പോൾ നോക്കിയിട്ട അവസാനം സത്യപ്രതിജ്ഞ 2 മണിക്കൂർ മുമ്പേ ഉള്ള അറിയത്തുള്ളൂ ആരാണ് എടുത്തതെന്ന്. ഇപ്പൊ കാൻഡിഡേറ്റ്സിനെ റിലീസ് ചെയ്ത് കണ്ടായിരുന്നു. 195 പേര് TV കൂടെ അറിഞ്ഞോളൂ. ഞാൻ TV കൂടെ അറിഞ്ഞോളൂ, ആരും ചോദിച്ചില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതാണ്, അതായത് വളരെ സീക്രട്ടായി സയന്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്ത് നാട്ടിന് കൊള്ളാവുന്ന. അദ്ദേഹം ഒരിക്കൽ പറയുന്നു, മിനിസ്റ്റേഴ്സ് ആവണമെങ്കിൽ, ഒരു എൻവയോൺമെന്റൽ മിനിസ്റ്റർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർ ആവണമെങ്കിൽ അതേ ഫീൽഡിൽ വെറുതെ ഡോക്ടറേറ്റ് ഒന്നും പോരാ, അതേ ഫീൽഡിൽ ഡെവലപ്മെന്റ് എക്സ്പെർട്ടായിട്ട് ദീർഘകാലം പരിചയമുള്ള ഒരാളെ മിനിസ്റ്ററായിട്ട് വെക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടം. ഒരു ഹെൽത്തിനായാലും നല്ല ഡോക്ടർ, പരിചയമുള്ള, ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഷുർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഹെൽത്ത് സ്പെഷ്യലിസ്റ്റിനെ അവിടെ വെക്കാനാണ് പുള്ളിക്ക് ഇഷ്ടം. അതായത് പുള്ളി പറയുന്നത് ബെസ്റ്റ് പ്രൊഫഷണൽസ്, എല്ലാവരെയും അല്ല, ബെസ്റ്റ് പ്രൊഫഷണൽസ്, യൂസ്ഫുൾ പ്രൊഫഷണൽസ്, ദേ ആർ ഗുഡ് ടു ദ പീപ്പിൾ. അവരെ തന്നെ എടുത്ത് അവിടെ വെക്കണം, അവന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം.
ഞാനിത് ചെയ്തു കളയുമെന്ന് പറയല്ല. നിങ്ങൾ കണ്ടില്ലായിരുന്നു 2200 2800 കോടി രൂപ മുടക്കിയിട്ട് ആ വിസ്താര കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം പോയി നോക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ പോയിട്ട് അത് വാച്ച് ചെയ്ത് നിങ്ങൾ കണ്ടില്ലായിരുന്ന? ദാറ്റ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ അല്ലേ? അന്നെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ വേ ഓഫ് ആക്ഷൻ. ഐ ടെൽ യു, പിണറായി വിജയന് പോലും മോഡിജിയോട് റെസ്പെക്റ്റ് ആണ്. ഇവിടുത്തെ സർവ്വ പ്രതിപക്ഷത്തിനും അദ്ദേഹത്തോട് റെസ്പെക്റ്റ് ആണ്. പിന്നെ രാഷ്ട്രീയം പറഞ്ഞിങ്ങനെ മാറി നിൽക്കുന്നതല്ലാതെ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹത്തെ ബഹുമാനിക്കാത്തവരില്ല, സ്നേഹിക്കാത്തവരില്ല. ഈ രാജ്യത്തെ പെണ്ണുങ്ങൾ, മുസ്ലിം പെണ്ണുങ്ങളെല്ലാം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം? മുത്തലാഖ്. അത് ഇങ്ങനെ വന്നതെന്നറിയോ? യു പിയില് 26 കോടിയിൽ 5 കോടിയോളം മുസ്ലിങ്ങളാണ്. അവിടെ ഈ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മുണ്ട് മാറുന്നിടക്കാണ് കല്യാണം നടക്കുന്നത്. ഇത് കണ്ട് സഹിക്കാൻ മേലാതെ മോഡി പറയും നോ 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 നോ, ദിസ് കാനോട്ട് ബി ടോളറേറ്റഡ് എനിമോർ. അതിന് ബില്ല് കൊണ്ടുവന്നു. അതിനിടയ്ക്ക് സുപ്രീം കോടതിയും പറഞ്ഞു ഇതിങ്ങനെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എത്ര പെട്ടെന്ന് അദ്ദേഹം അത് ചെയ്തത്. മുസ്ലിങ്ങളോട് ദേഷ്യമാണെങ്കിൽ പുള്ളി അത് ചെയ്യണതിന്. മുസ്ലിങ്ങൾക്ക് എത്ര സ്കോളർഷിപ്പ്, എംപ്ലോയ്മെന്റ്, സ്കില്ലിങ്, ജോബ്, എത്ര പ്രോഗ്രാംസ്. ഈ മൈനോറിറ്റി മിനിസ്ട്രി എന്ന് പറയാൻ എന്നതാ? ഇവിടുത്തെ 19-20 കോടി മുസ്ലിങ്ങളും 3-3.5 കോടി ക്രിസ്ത്യാനിയും ബാക്കിയുള്ള എല്ലാം കൂടെ ഒരു 2-3 വരും 10-25 കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിവിഷനാണ്. ആ മൈനോറിറ്റി കഴിഞ്ഞ 75-76 കൊല്ലവും മൈനോറിറ്റീസ് ആർ ഗെറ്റിംഗ് അഡിക്വേറ്റ് ഫണ്ട്സ് ഓവർ ആൻഡ് അബവ് ദി ജനറൽ ഫണ്ട്സ്. അപ്പൊ എങ്ങനെ മൈനോറിറ്റീസിനെ ഈ NDA ഗവൺമെന്റ് ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത്? ഐ കൺസിഡർ ദേ ആർ ഓൺലി ടേക്കിംഗ് കെയർ ഓഫ്, രക്ഷപ്പെടുന്നേ ഉള്ളൂ. മൈനോറിറ്റീസിന്റെ ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ, അവരും മുഖ്യധാരയിലേക്ക് വരട്ടെ. ഇവിടെ വരുന്ന ഇലക്ഷന്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഐ വാസ് ഡിസ്കസിങ് വാട്ട് ഷുഡ് ബി അവർ എന്താ പറയുന്നത് ഇലക്ഷന്റെ അജണ്ട എന്തായിരിക്കണം. മോഡിജിയുടെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഈ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതാണ് വളരെ പ്രധാനമാണ്, ഞങ്ങളെല്ലാം ഓർക്കുന്നതാണ്. പിന്നെ അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത്. അവരോട് അടുത്ത് നിൽക്കണം, അവരോട് അസ്സലാമലൈക്കും പറയണം, അവരെ ഗ്രീറ്റ് ചെയ്യണം, അവരെ ശ്രദ്ധിക്കണം, അവരെ കേൾക്കണം, അവരെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. വോട്ട് ചോദിക്കണ്ട. വോട്ട് ചോദിക്കാതെ തരത്തൊരു കാലം വരും. ഇന്നല്ലെങ്കിൽ നാളെ നോക്കിയോ ഇവിടുത്തെ ഈ പാർട്ടികളെല്ലാം ഐ എം ഷുവർ എവറി പാർട്ടി വിൽ കം ടു BJP. വേറെ ചോയ്സ് ഇല്ല. അതൊക്കെ കൊണ്ടുവന്ന ഒരൊറ്റ സൂര്യനാണ്. ആ സൂര്യനാണ് എന്നെ അങ്ങോട്ട് അട്രാക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ BJPയിലായതാണ്. അപ്പൊ BJPയെ പറ്റി ഞാൻ പഠിച്ചു. ഈ മോഡിജിയുടെ കംപ്ലീറ്റ് ഫിലോസഫിയാണ് BJPയുടെ ഫിലോസഫി. അതുകൊണ്ട് മാറ്റം വരില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടത്, ഈ BJPയിൽ ഒരു നല്ല എമൗണ്ട് RSSകാരാണ്. ഇവരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന നല്ല ഈ RSSകാർ. അവരെ മതം രാഷ്ട്രമതം, അവർ രാഷ്ട്രത്തിന് വേണ്ടിയുള്ളത്. അവരൊരിക്കലും ഇങ്ങനെ ഈ നാരോ ആയിട്ട് ചിന്തിക്കുന്നില്ല. ഈ ഹിന്ദു RS തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരാളുണ്ട് പറഞ്ഞു. ഹിന്ദുക്കളാണെങ്കിൽ ബൈ ആൻഡ് ലാർജ് മിണ്ടാതെ ഒരു ചവിട്ട് കൊടുത്താൽ മിണ്ടായിരിക്കും. RS ആണെങ്കിൽ ചിലപ്പോൾ കാലുടക്കി ഒരു തട്ട് കൊടുക്കും, ഇത്രയേ ഉള്ളൂ. പക്ഷെ എത്രയോ സീനിയർ RSSകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സർ യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ബ്രിങ് ദി മുസ്ലിം കമ്മ്യൂണിറ്റി, ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ദ മെയിൻ സ്ട്രീം. അവരും വരട്ടെ, അവരും ഭരിക്കട്ടെ, ഭരണത്തിൽ പങ്കാളിയാവട്ടെ, അവരെ എൻജോയ് ചെയ്യട്ടെ. എന്നാലേ നമുക്കൊരു സ്റ്റേബിൾ നേഷൻ ഉണ്ടാവത്തുള്ളൂ. 143 കോടിയിൽ 25 കോടി മാറി നിന്ന് കഴിഞ്ഞാൽ അത്രത്തോളം പീസ് ഉണ്ടാവത്തില്ല. മോഡിസ് ഫിലോസഫി ഈസ് 1 നേഷൻ, 1 പീപ്പിൾ, 1 ഡെവലപ്മെന്റ്. ഇപ്പൊ അദ്ദേഹം അത് വിട്ട് പറഞ്ഞു തുടങ്ങി. 1 വേൾഡ്, 1 പീപ്പിൾ, 1 മെഡിസിൻ, 1 ഫുഡ്, 1 വാട്ടർ, 1 എനർജി, ഗ്രീൻ എനർജി. ഹി ഈസ് an amazing person. അത് ഇവർക്കൊക്കെ അറിയാം. ഇതൊരു വല്ലാത്ത ഗോഡിന്റെ ക്രിയേഷൻ ആണെന്ന് അറിയാം. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് പേഴ്സൺ. അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടി വന്നതും അതുകൊണ്ടാണ് നിന്നതും. ഇവിടുത്തെ ആൾക്കാർ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഐ ടെൽ യു വളരെ പ്രധാനപ്പെട്ട കാര്യം, മോഡിജി വാണ്ട്സ് ടു ഡെവലപ്പ് എ മൈനോറിറ്റി ഡിസ്ട്രിക്ട്. എന്തിനെന്ന് പറയാൻ ഞാൻ മനസ്സിലാക്കുന്നത്, ടു ഷോ ദ നേഷൻ ലുക്ക് ദിസ് ഈസ് ഹൗ വി ആർ അഡ്രസ്സിംഗ്, വി ആർ അറ്റൻഡിങ് ടു ദ മൈനോറിറ്റീസ്. ഒരു മോസ്റ്റ് ഡെവലപ്ഡ് ഡിസ്ട്രിക്റ്റ് ആക്കി മാറ്റുക, മോഡൽ ഡിസ്ട്രിക്റ്റ് ആക്കി മാറ്റുക, വികസിത് ഭാരത സങ്കല്പത്തിന് ഒരു വികസിത് മലപ്പുറം ആക്കി മാറ്റുക. അതിനുവേണ്ടിയുള്ള ഫണ്ട്, അതിനുള്ള പ്രോജക്റ്റ്, പ്രോഗ്രാംസ് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എവറി 5 years we will have different programs. അങ്ങനെ മാറി 5, 24, 29, 34, 39, 44, 4 കൊല്ലം, 4 ടൈം കഴിഞ്ഞ് 5ാമത്തെ ടൈമിൽ എത്തുമ്പോൾ 2047, 100 കൊല്ലം
വികസിത ഭാരത് ലക്ഷ്യം അത് മാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ട. നമ്മുടെ 11-12 കിടന്ന നമ്മുടെ വേൾഡ് എക്കണോമിക് റാങ്കിങ്ങിൽ ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു? 5, 4 എന്ന് മാറി മാറി നിൽക്കുന്നു. 3ലേക്ക് വരാൻ വേണ്ടി നമ്മൾ പോകുന്നു. ഏറ്റവും വലിയ ഗ്രോത്ത് റേറ്റ് GDP ഗ്രോത്ത് റേറ്റ് 7.2 8 വരെ ടച്ച് ചെയ്യുന്നു. ബാക്കി എല്ലാവരും 3-ലും 2-ലും താഴെ കിടക്കുമ്പോൾ ആത്മനിർഭർ ഭാരത്, പ്രൊഡ്യൂസ് ഫോർ ദ വേൾഡ്, ഫുഡ് ഫോർ ദ വേൾഡ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക, ഇവിടെ ടെക്നോളജി ഉണ്ടാക്കുക, ഇവിടെ യുദ്ധത്തിനുണ്ട് ആംസ് ആൻഡ് ആമിനിഷൻ ഉണ്ടാക്കുക. യുനോ എങ്ങനെയാണ് ഈ ഫിലോസഫി എല്ലാം കൂടെ ഒന്ന് കൺവേർജ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആയിരിക്കും, രണ്ടാമത് അദ്ദേഹത്തിന്റെ ചുറ്റും ഒരു വലിയ ടീം ഓഫ് ഇന്റർനാഷണൽ എക്സ്പെർട്സ് ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഇവരെല്ലാം നമ്മൾ മാത്രമല്ല, ലോകം മൊത്തം പകച്ചിരിക്കുകയാണ്. നമ്പർ 1 ചൈന. ഈ ചൈന എന്താ ആൾക്കാർ ഇഷ്ടപ്പെടാത്തത്? നമ്മളെ ഇഷ്ടപ്പെടുന്ന എന്താ? ഈ ചൈനയ്ക്ക് വാല്യൂ സിസ്റ്റം ഒന്നുമില്ല, ഈ ക്രിക്കറ്റ് പരിപാടികളേ ഉള്ളൂ. നമ്മൾ വാല്യൂ സിസ്റ്റം ഉണ്ട്, നമുക്ക് മനുഷ്യത്വമുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്, ആർദ്രതയുണ്ട്. അവർക്കതില്ല. പൈസ മാത്രം പോരാ. ഇന്ത്യ ഒരു മോഡലാണ്. ചന്ദ്രനിൽ നമ്മൾ സൗത്ത് പോളിൽ ഇറങ്ങാൻ വേണ്ടി ആ സയന്റിസ്റ്റിനെ തട്ടി അനുഗ്രഹിക്കണ കണ്ടില്ലേ? ആ വിമൻ സയന്റിസ്റ്റിനെ എൻകറേജ് ചെയ്യുന്ന കണ്ടില്ലേ? ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ ഓർഡർ കൊടുത്ത കണ്ടില്ലേ? അല്ലെ? ഇനിയിപ്പോ അടുത്തത് അണ്ടർഗ്രൗണ്ട് സീ റിസോഴ്സ് എല്ലാം എടുത്തിട്ട് നമ്മളെ നാട്ടുകാരെ നന്നാക്കാൻ പരിപാടി. യുനോ എനിത്തിങ്, എനി റിസോഴ്സ് അവൈലബിൾ ഇൻ ദ യൂണിവേഴ്സ്, ഐദർ ഇൻ ദ ലാൻഡ് ഓർ ഇൻ ദ സീ ഓർ ഇൻ ദ സ്പേസ്, അതെല്ലാം ടാപ്പ് ചെയ്യുക, കൊണ്ടുവരിക, ടെക്നോളജി ഉപയോഗിക്കുക, മനുഷ്യ നന്മയ്ക്ക് ഉപയോഗിക്കുക. രക്ഷിതാവ്, രക്ഷിതാവ്, സംശയമൊന്നുമില്ല. യഥാർത്ഥ രക്ഷിതാവ്. ആ മനുഷ്യനാണ് എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത്. ഐ ആം പ്രൗഡ്. ആരും എന്നെ പ്രേരിപ്പിച്ച് ഞാൻ BJP ചേർന്നതല്ല. ഞാൻ സ്വന്തമായിട്ട് സെൽഫ് ഡ്രൈവ് ചെയ്ത് BJP കയറിയതാണ്. ഐ വിൽ ബി there and there only. സാർ, എന്തായാലും ഇത്രയും നേരം നമ്മുടെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സാറെ നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ടല്ല കാണുന്നത്, മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനായിട്ടുള്ള ഒരു കൈയായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും അങ്ങേക്ക് ഒരുപാട് വിജയാശംസകൾ. നമ്മുടെ മാന്യ വോട്ടർമാർ കൂടി മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കാനുള്ളൂ. ഒരുപാട് നന്ദി സാർ. താങ്ക് യു വെരി മച്ച്.